സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഹായ് ഓൾ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. സോ പുതിയൊരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം കേട്ട് പോവാതെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനോ ചോദിക്കാനോ ഒക്കെ ഉണ്ടാവുമല്ലോ, അറിയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം. കമന്റിലൂടെയോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിന് റിപ്ലൈ തരാം ഞാൻ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ എന്താണ് നെറ്റ് എഴുതി JRF-ന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ അതോ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നവരാണോ ഒന്ന് പറയോ? ഹലോ, എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു റിസൾട്ട് വന്ന് അതിൽ ഇനി അടുത്തൊരു ജൂൺ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാവാം അല്ലേ? ഇപ്പൊ നെറ്റ് ക്വാളിഫൈ ചെയ്തവരുണ്ടാവാം, PH അഡ്മിഷൻ ടു PhD ഓൺലി എന്ന ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾക്കാരുണ്ടാവാം. അപ്പോൾ ഇനി JRF എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് ജൂണിലെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് റെഡി, അതിനുള്ള നോട്ടിഫിക്കേഷൻ ഒക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും വീണ്ടും ഒന്നുകൂടെ ഞാൻ ഈ ഐഫർ എഡ്യൂക്കേഷന്റെ പുതിയൊരു വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ഇപ്പൊ നടന്ന ഡിസംബർ 2024 എക്സാമിൽ ഐഫറിന്റെ വിജയങ്ങളാണ് ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? 64 JRF-ഉം 561 നെറ്റും അതുപോലെ അഡ്മിഷൻ ടു PhD ഒക്കെ അത്രത്തോളം 1000 എബോവ് കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഇതൊരു ഐഫറിന്റെ തന്നെ ഒരു വളരെയധികം എന്താ പറയാ ഒരു ചരിത്ര പ്രധാനമായിട്ടൊരു റിസൾട്ട് ആണെന്ന് പറയാൻ പറ്റും. സോ ഇവിടെ കണ്ടില്ലേ, ഇതാണ് ഞങ്ങൾ തന്ന വാക്ക് എന്നുള്ളതാണ്. ഐഫറിന്റെ അത്രയും ഒരു പ്രോമിസ് ആണ് ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, ഇവിടെ ഒരു കോട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ദ ബെസ്റ്റ് ടൈം ടു പ്ലാന്റ് എ ട്രീ വാസ് 20 years ago, ദ സെക്കൻഡ് ബെസ്റ്റ് ടൈം ഈസ് നൗ എന്നുള്ളത്. സോ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു എക്സാമിനൊക്കെ തുടക്കം കുറിക്കും. പ്രത്യേകിച്ച് ഈ നെറ്റ് JRF ഇങ്ങനത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം അതൊരു നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ആണ് എന്നറിയാം. അപ്പോ ഈ ഒരു സംഗതിക്ക് തുടക്കം കുറിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ആ ഒരു വെയിൽ അങ്ങനെ പോകും. പക്ഷെ തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഈ ഒരു കോട്ടിൽ പറയുന്ന പോലെ നമ്മൾ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലിക്കേഷൻ കൊടുത്തു, ദെൻ എക്സാമിന് ചിലപ്പോൾ കുറച്ച് ദിവസം മുന്നേ കയറി ചിലപ്പോൾ ഇരുന്ന് പഠിക്കുന്നത്. അപ്പൊ വിചാരിക്കുന്നത് കുറച്ചുകൂടെ നേരത്തെ തുടങ്ങിയെങ്കിൽ ഇതൊന്ന് എവിടെയെങ്കിലൊക്കെ ഒന്ന് ട്രാക്കിൽ എത്തിക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. പക്ഷെ ഇതിൽ പറയുന്ന പോലെ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്, ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. അങ്ങനെ വൈകിയെന്നൊന്നും ആരും ചിന്തിക്കേണ്ട, വൈകിയിട്ടില്ല. ജൂണിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി വരുവാണെങ്കിൽ തന്നെ നമുക്ക് ജൂണിലേക്ക് ഇനി ഏപ്രിൽ മെയ് സമയങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാ, അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ വെബിനാർ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ എന്താവണം, അടുത്ത ജൂണിലേക്കുള്ള സ്റ്റഡീസ് തുടങ്ങുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു കോട്ടിൽ പറയുന്നത്. ഒരിക്കലും അത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല, ഈ പറഞ്ഞ എന്റെയും പ്രശ്നം അതൊക്കെ തന്നെയായിരുന്നു. അതായത് നമുക്കൊന്ന് തുടക്കം കുറിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു വേല് നമ്മളിങ്ങനെ ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സോ ഇനിയൊരു ഐഫറിന്റെ സക്സസ് സ്ട്രാറ്റജീസ് പറയുന്നത് നമുക്ക് മാനേജ്മെന്റിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ MBA കഴിഞ്ഞ് മാനേജ്മെന്റിൽ നെറ്റ് എഴുതുന്ന ആൾക്കാരായിരിക്കും. അപ്പം MBA-യിൽ നെറ്റോ JRF ഒക്കെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള സക്സസ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വെബിനാറിലൂടെ പറയും. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു വെബിനാറിൽ നമുക്ക് മാനേജ്മെന്റിന്റെ സിലബസുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം, എക്സാമിന്റെ ഏരിയാസ് ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയാം. ദെൻ ഐഫർ ഈ ഒരു സക്സസിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാം. സോ അതിന്റെ മുന്നോടിയായിട്ട് എന്താണ് UGC നെറ്റ് JRF എക്സാം എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഒരു കോളേജ് ലെവലിൽ നമുക്ക് പ്രൊഫസേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ അധ്യാപകരായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ നെറ്റ് ക്വാളിഫിക്കേഷൻ വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു UGC അല്ലെങ്കിൽ NTA നടത്തുന്ന ഒരു എക്സാം ആണ്.
ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള, അതിന് മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 2018 അതിന്റെ എന്തായിരുന്നു, ഇത് OMR ബേസ്ഡ് എക്സാം ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. ദെൻ നെറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോളേജിൽ കയറണം എന്നുണ്ടെങ്കിൽ, അതായത് അധ്യാപകരായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് കയറണം എന്നുണ്ടെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. ദെൻ JRF എന്ന് പറയുന്ന അതിൽ കുറച്ചുകൂടെ നല്ല ഹൈയസ്റ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് JRF കിട്ടും, അതായത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതിന്റെ ബേസിൽ നമുക്ക് റിസർച്ചുകൾ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് എന്തുണ്ട്, സ്കോളർഷിപ്പുകളും നല്ലൊരു അട്രാക്റ്റീവ് എമൗണ്ട് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ 2024 ശേഷം ആ ഒരു സമയത്താണ് നമ്മൾ അഡ്മിഷൻ ടു PhD ഓൺലി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കണ്ടിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നെറ്റ് എക്സാം ഒക്കെ ഫസ്റ്റ് ടൈം എഴുതുന്ന അല്ലെങ്കിൽ കുറച്ചൊക്കെ എഴുതിയ ആൾക്കാരായാലും എന്നുണ്ടാവും, അതിൽ അഡ്മിഷൻ ടു PhD ഓൺലി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ക്വാളിഫൈ ചെയ്ത ആളുകൾ ഉണ്ടാവും. നെറ്റ് എന്ന് പറയുന്ന കാറ്റഗറി ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക്, അതായത് ഇപ്പൊ മാനേജ്മെന്റിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് 168 ആണെന്ന് തോന്നുന്നു കട്ട് ഓഫിൽ പറഞ്ഞു. സോറി, 158 ആണ്. 158 എബവ് ഉള്ളവർ അഡ്മിഷൻ ടു PhD ഓൺലി ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഈ അഡ്മിഷൻ ടു PhD ഓൺലി പറഞ്ഞാൽ നമുക്ക് PhDക്ക് ഉള്ള ഒരു അഡ്മിഷൻ ആണ്, PhD ചെയ്യാനുള്ള ഒരു അഡ്മിഷൻ കിട്ടും. എന്ന് വെച്ചാൽ നമ്മളൊരു പ്രപ്പോസലൊക്കെ ഉണ്ടാക്കിയിട്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ അയച്ചു കൊടുത്ത്, ദെൻ നമ്മുടെ പ്രപ്പോസലിൽ അവർ ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ സ്കോറൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിന്റെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് അവർക്ക് നമുക്ക് ഫെലോഷിപ്പ് ഒക്കെ ചെറിയ രീതിയിലൊക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതാണ് നെറ്റ് PhD JRF ഹൈ എമൗണ്ട് ആയിരിക്കും നമുക്ക് റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ടാവുക. SRFും, അതായത് സീനിയർ റിസർച്ച് ഫെലോഷിപ്പ് നമുക്ക് ഉണ്ടായിരിക്കും. ആ ഒരു 5 years ആണ് പറയുന്നത്. സോ ഇനി നമ്മൾ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. പേപ്പർ 1 അതുപോലെ പേപ്പർ 2 2 പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ MBA കഴിഞ്ഞിട്ട് മാനേജ്മെന്റിൽ നെറ്റ് എഴുതാൻ അല്ലെങ്കിൽ JRF എഴുതാൻ വേണ്ടി വരുന്നവരായിരിക്കും. പക്ഷേ മാനേജ്മെന്റ്, അതായത് നമുക്ക് പേപ്പർ 2 എന്ന് പറയുന്നതാണ് നമ്മൾ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാവുക. പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു ജനറൽ പേപ്പർ ആണ്. അപ്പൊ അതില് ജനറൽ പേപ്പറിൽ നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ മാത്തമാറ്റിക്കൽ റീസണിങ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ICT, കമ്മ്യൂണിക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, അങ്ങനെ 10 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുണ്ടാവുക പേപ്പർ 1. അതൊരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പേപ്പർ 2 ആണ് പ്രധാനമായിട്ടും നമ്മുടെ MBA അല്ലെങ്കിൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത്. പേപ്പർ 2 ആണ്. പേപ്പർ 1 50 മാർക്കിനായിരിക്കും, സോറി 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം, അങ്ങനെയായിരിക്കും. പേപ്പർ 2 100 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. അങ്ങനെ ടോട്ടൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതുക. 3 hour എക്സാം ആയിരിക്കും ഉണ്ടാവുക. 300 മാർക്കിനാണ് ഉണ്ടാവുക. ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം. ടോട്ടൽ 300 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പൊ നമ്മൾ PSCക്കൊക്കെ നമുക്കറിയാം നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇതിന് നെഗറ്റീവ് വരും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് മാർക്ക് പറഞ്ഞു കേട്ടിട്ടില്ല, വന്നിട്ടില്ല. ഇനിയിപ്പോ പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്കറിയാം. ഇതുവരെ ആയിട്ടും ഇല്ല. അപ്പൊ അതൊരു വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, എക്സാമിനെ പറ്റി സോറി, നമ്മുടെ ഈ ഒരു പേപ്പർ 1 പേപ്പർ 2നെ പറ്റി ഏകദേശം ഒരു ധാരണയായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ജനറൽ മീൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ റീഡിംഗ് കോംപ്രഹെൻഷൻ. നമുക്ക് കുറച്ച് ഒരു പാരഗ്രാഫ് തരും, അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടേബിളിൽ കുറച്ച് ഡാറ്റാസ് തരും, ആ ഡാറ്റാസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ്, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ പേപ്പർ 2 ആണ് നമ്മുടെ സബ്ജക്ട് റിലേറ്റഡ്. അതൊരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 2 മാർക്ക് വീതമാണ്. അതാണ് നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു വെബിനാറിൽ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ ഇപ്പൊ എക്സാം നടന്ന് അതിന്റെ റിസൾട്ട് വന്നതിൽ ഇപ്പോൾ നല്ല കട്ട് ഓഫ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. അതായത് OBC കാറ്റഗറിക്ക് 208 ആണ് JRFന് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതുപോലെ 178 ആണ് നെറ്റിന് വന്നിട്ടുള്ളത്. 158 ആണ് PhD ഓൺലി കാറ്റഗറി വന്നിട്ടുള്ളത്. അപ്പൊ അൺറിസർവ്ഡ് ആണ് ആ കാറ്റഗറിയിലാണ് സമയത്ത് അവർക്ക് 220
JRFന് 194 ആണ്, OBC നെറ്റ് അതുപോലെ PhDക്ക് 172 ആണ് എന്നുള്ളതാണ് കട്ട് ഓഫ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. പുതുതായിട്ട് ആരെ ജോയിൻ ചെയ്തോ? ഹലോ, എന്തേലും പറഞ്ഞോ ആരേലും? ഓക്കെ, ഇനി നമുക്കിതിന്റെ നമ്മുടെ പേപ്പർ 2ന്റെ സിലബസ് നോക്കാം. അപ്പൊ നിങ്ങൾ MBA എന്നാല് MBA മാർക്കറ്റിംഗ് ഉണ്ട്, ഓക്കെ, ഡിഫറെന്റ് കാറ്റഗറീസ് HR ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും MBA പഠിച്ച എല്ലാവരും ഈ ഒരു മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറിലാണ് എക്സാം എഴുതുന്നത്, നെറ്റ് എക്സാം എഴുതുന്നത്. മാനേജ്മെന്റ് ആണ് നമ്മുടെ പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ കോഡ് 17 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ സിലബസ് നോക്കാം. 10 പേപ്പർ 1ൽ നമ്മൾ പറഞ്ഞു 10 യൂണിറ്റ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പേപ്പർ 2ലും നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇത് എന്റെ സിലബസ് ഇതാണ്. അതിൽ സിലബസിൽ ഒന്നാമത്തെ യൂണിറ്റ് പറയുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ് എന്നുള്ളതാണ്. ഓക്കെ, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ്. പിന്നെ അതുപോലെ OB ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ദെൻ റീസെന്റ് ട്രെൻഡ്സ് ഇൻ HRM. ദെൻ നാലാമത്തെ യൂണിറ്റ് അക്കൗണ്ടിങ് ആൻഡ് FM. അക്കൗണ്ടിങ്ങും FM കൂടെ വന്നിട്ടുള്ളതാണ്. അഞ്ചാമത്തത് വാല്യൂ ആൻഡ് റിട്ടേൺ. 6 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ദെൻ 7 കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റിംഗ് ട്രെൻഡ്സ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ അതുപോലെ ഓപ്പറേഷൻ മാനേജ്മെന്റ്, OM എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെന്റ്. ദെൻ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് IT. അതുപോലെ 10ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ആണ്. ഇത് നമുക്ക് കുറെയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകളായിരിക്കും അല്ലെ. നമ്മൾ ഒരു +2 ഓൺവേർഡ്സ് അല്ലെങ്കിൽ ഒരു +2 ഓൺവേർഡ്സ് ഈ ബിസിനസ് മാനേജ്മെന്റും എക്കണോമിക്സും നമുക്ക് ഇങ്ങനെ ടച്ച് ഉള്ള ഒരു സംഭവമാണല്ലോ. അതുപോലെ ഡിഗ്രി ലെവലിലായാലും PG ലെവലിലായാലും നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. നമുക്ക് ഓരോ മൊഡ്യൂളിലും ഇത് എത്രത്തോളം വരുന്നുണ്ടെന്നും എത്രത്തോളം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും നോക്കാം. അപ്പൊ ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ പറയുമ്പോൾ അത്രയും നമുക്ക് കണ്ടന്റുകൾ, ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന പേരുകളൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും. ഇനി സിലബസിൽ നമ്മൾ ഡിസ്കഷൻ വരുന്ന സമയത്തും നമുക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പോൾ മാനേജ്മെന്റ് തിയറീസ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ തിയറീസ് എന്ന് പറയുമ്പോൾ ഈ തിയറീസ് നമുക്കറിയാം, ഏതൊക്കെയാണ് തിയറീസ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് നേരെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് വളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഉള്ളിൽ നിന്ന് ചോദിക്കുക. ഇപ്പോൾ മാർക്കറ്റിംഗിലൊക്കെ നമുക്ക് പറയാം ഫിലിപ്പ് കോട്ട്ലറുടെ ഒരു ഡെഫിനിഷൻ തന്നു, അല്ലെങ്കിൽ മേരി പാർക്കർ ഫോളറ്റിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് തന്നു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട്. എന്നിട്ട് ഇപ്പോൾ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്ന് പറയുന്ന ഒരു തിയറി തന്നിട്ട് ചോദിക്കുകയാണ്, ഈ തിയറി ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, ആരാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും മാനേജ്മെന്റ് എന്താണ് എന്നുള്ള ആ തിയറി അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് ആര് പ്രൊപ്പോണ്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്കറിയില്ല. ഇനിയിപ്പോ അത് മാർക്കറ്റിംഗിന്റെ കേസ് ആയാലും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയമായാലും ഇനിയിപ്പോ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, അക്കൗണ്ട്സിൽ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ, സോറി. അപ്പോൾ നമ്മളിപ്പോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയാലും നമുക്ക് അറിയാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഭാഗങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പൊ നമ്മളത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ? പക്ഷെ ഇതൊരു പ്രാക്ടിക്കൽ ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് മാറും. അതാണ് ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകത. ഇപ്പൊ നമ്മൾ വിചാരിക്കും MCQ ക്വസ്റ്റ്യൻ അല്ലേ, 4 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒക്കെ ഒന്ന് കറക്കി കുത്തിയാൽ റെഡി ആവുമല്ലോ, നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. ഇത്
ആദ്യം നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ സിലബസുകൾ ഓരോ യൂണിറ്റ് വൈസ് ഓരോരോ സിലബസുകളും നന്നായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ഈ സിലബസുകൾ പഠിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതാണ് ഈ ഒരു NTA അല്ലെങ്കിൽ ഒരു നെറ്റ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസിലൂടെ നമ്മൾ തറോ ആവണം എന്നുള്ളതാണ്. നമുക്ക് ഓരോ സിലബസ് നോക്കാം. ബിസിനസ് മാനേജ്മെന്റ്, എക്കണോമിക്സ്, ഓരോ മൊഡ്യൂൾസിലും എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ് ആണ്. മാനേജ്മെന്റിലെ കുറച്ച് ഭാഗമുണ്ട്, അതുപോലെ എക്കണോമിക്സിലെ ഭാഗമുണ്ട്. ഇപ്പൊ ഞാനിവിടെ റെഡ് തീമിൽ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ബിസിനസ് മാനേജ്മെന്റ് എക്കണോമിക്സ് ആ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടി വരും. മറ്റത് ഒഴിവാക്കണം എന്നല്ല, പക്ഷെ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ഒരു ആണ് പറയുന്നത്. മാനേജ്മെന്റ് കോൺസെപ്റ്റ് എന്നും ഒരു പ്രാവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ട്. അപ്പൊ മാനേജ്മെന്റ്, പിന്നെ അതുപോലെ മാനേജ്മെന്റ് പ്രോസസ്സ്, തിയറീസ് ആൻഡ് അപ്രോച്ചസ്. അപ്പൊ തിയറീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ തിയറീസ് ഒക്കെ ആര് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്, എന്താണ് അതിൻ്റെയൊക്കെ പ്രധാനമായിട്ട് ഫോക്കസ്, എല്ലാ ഡീറ്റെയിൽസും നമ്മളത് പഠിച്ചു വെക്കണം. അല്ലാതെ ഇപ്പൊ തിയറീസ് ഇന്ന 2 തിയറീസ് ഉണ്ട്, ഈ തിയറീസ് ഇങ്ങനെ പഠിച്ചാൽ പോരാ. ഇനിയിപ്പോ അതുപോലെ ഇനിയിപ്പോ സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് അപ്രോച്ച് ആയിക്കോട്ടെ, ഈ അപ്രോച്ചസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ആരൊക്കെ കൊണ്ടുവന്നു, ഹെൻറി ഫയോൾ ആണോ, FW ടൈലർ ആണോ, അവരെന്തിനൊക്കെയാണ് ഫോക്കസ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാത്ത ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരും. ഇപ്പൊ നമ്മൾ പറയാണ് ഇപ്പൊ മാനേജ്മെന്റ് തിയറീസോ അല്ലെങ്കിൽ അപ്രോച്ചസ് എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 14 പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാം. അപ്പൊ നമ്മൾ ഈ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് അറിയാം, കാണാതെ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് ഒരു ക്രമത്തിൽ അറിയാം, ആ ഒരു സീക്വൻസിൽ നമുക്ക് അറിയാം. പക്ഷെ അതിൽ നിന്ന് ഒന്നെന്ന് ഒരു ഇൻഡെപ്ത് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ വെച്ചാല് ആദ്യം നമ്മൾ ഈ ഒരു സിലബസ് പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലോട്ട് നമ്മൾ പോവണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുക, തിയറീസ് ആൻഡ് അപ്രോച്ചസ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയാൻ പറ്റും. പിന്നെ അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ഡിസൈൻ, അതിൽ ഓരോന്ന് ഓർഗനൈസേഷൻ മെട്രിക്സ് ഓർഗനൈസേഷൻ ആണോ, ലൈൻ, അങ്ങനത്തെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, അതിന്റെ ഡിസൈനും സ്ട്രക്ചറും നമ്മൾ പഠിക്കണം. പിന്നെ അതുപോലെ എക്കണോമിക്സിന്റെ ഭാഗം വരുന്ന സമയത്ത് ഡിമാൻഡ് അനാലിസിസ്, അതിന് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, നമുക്ക് മൊണോപ്പൊളിസ്റ്റിക്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, അതൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അത് ശരിക്കും അതിന്റെ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കുക. then ഓരോന്നിന്റെയും ഡിഫറൻസ്, ഇപ്പൊ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് ആയിക്കോട്ടെ, നമുക്ക് എല്ലാത്തിലും അതിൽ രണ്ടിലും ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിന്റെയൊക്കെ ഡിഫറൻസ് എന്താ, ഏതിലാണ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, ഏതിലാണ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫ്യൂ സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റ് ഏതാണ് എന്നൊക്കെ നമുക്ക് എന്തായിരിക്കണം, അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഇൻഫ്ലേഷൻ, അതുപോലെ തന്നെ CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ ഇതിന്റെ മുന്നത്തേലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് ഈ CSR എന്ന് പറയുന്നത്. അതുപോലെ ഈ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മൾ ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സിൽ നമുക്ക് നോക്കേണ്ടത് എന്നുള്ളതാണ്. മറ്റതൊന്നും സ്കിപ്പ് ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ നോക്കണം. നമ്മൾ പ്രധാനമായിട്ടുള്ളതിനെ ഞാനൊന്ന് റെഡായിട്ട് കാണിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ OB ആൻഡ് HRM നോക്കുന്ന സമയത്ത് അതിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ, അതിന്റെ തിയറീസസ് ഉണ്ട്. പിന്നെ അതുപോലെ ലേണേഴ്സ് മോഡൽ, പിന്നെ ഗ്രൂപ്പ് ബിഹേവിയർ, ലീഡർഷിപ്പിൽ അതിന്റെ തിയറീസ് ഉണ്ടല്ലോ, ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ്, പെറ്റേണലിസ്റ്റ്, അങ്ങനെ ലീഡർഷിപ്പ് തിയറീസ്. പിന്നെ ഓർഗനൈസേഷൻ കൾച്ചർ, ഓർഗനൈസേഷൻ ജസ്റ്റിസ് ആൻഡ് വിസിൽ ബൗളിങ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെന്റ് സെലക്ഷന്, ഇതൊക്കെ എന്താണ്, ഇപ്പൊ ജോബ് അനാലിസിസ്, ജോബ് ഇവാലുവേഷന്റെ ഭാഗമൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് ഈ ജോബ് ഇവാലുവേഷന്റെ ഭാഗങ്ങളൊക്കെ, അതായത് ജോബ് അനാലിസിസ്, ഇപ്പം പിന്നെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നതുണ്ടല്ലോ, ഓഫ് ദി ജോബ് ട്രെയിനിങ്, ഓൺ ദി ജോബ് ട്രെയിനിങ്, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അതിലൊക്കെ നമ്മളിങ്ങനെ ഓരോന്നും എന്താ പറയാ, ഡിഫറെന്റ് ആയിട്ട് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മളിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ്ങുകൾ ഏതൊക്കെയെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്.
അതിൽ നിന്നൊക്കെ ഇപ്പൊ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആവുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അതായത് ഓൺ ദ ജോബിൻ്റെത് ഓഫ് ദ ജോബിനും കൊടുക്കും, ഓഫ് ദ ജോബിന്റെ കാര്യങ്ങൾ ഓൺ ദ ജോബിനും കൊടുത്തിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി അങ്ങനെയൊക്കെ വരാം. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ കഴിഞ്ഞ എക്സാം ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് കുറവാണ് ആ ഒരു MCQ രൂപത്തിലേക്ക് എത്തിയത്. പക്ഷെ ഇതിന്റെ മുന്നത്തേലൊക്കെ എക്സാം നടന്ന സമയത്ത് അധികവും MCQ ക്വസ്റ്റ്യൻസ് ആയി, സോറി MCQ അല്ല, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് വായിച്ച് ക്യാപ്ചർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതില് ഈ HRMന്റെ കാര്യം തന്നെ ഏകദേശം നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിലും പറയുന്നുണ്ട്. റീസെന്റ് ട്രെൻഡ്സ് ഇൻ HRM എന്ന് പറയുന്നിട്ട് മൂന്നാമത്തെ യൂണിറ്റിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ OB, ഓർഗനൈസേഷൻ ബിഹേവിയറും പിന്നെ HRMന്റെ കുറച്ച് ഭാഗമാണ്. ഇപ്പൊ ജോബ് അനാലിസിസ്, അതുപോലെ ജോബ് ഇവാലുവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ HRMമായി ബന്ധപ്പെട്ട് ഇതിൽ വരുന്നുണ്ട്. ദെൻ യൂണിറ്റ് 3 നോക്കുന്ന സമയത്ത് HRMന്റെ റീസെന്റ് ട്രെൻഡ്സ് യൂണിറ്റ് 2 പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് ഇവിടെ പറയുന്നത്. കോമ്പിറ്റൻസി മാപ്പിംഗും ബാലൻസ്ഡ് സ്കോർ ബോർഡ്, പെർഫോമൻസ് മാനേജ്മെന്റ് ആൻഡ് അപ്രൈസൽ, എംപ്ലോയി എൻഗേജ്മെന്റ് ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ്, കളക്റ്റീവ് ബാർഗൈനിങ്, ഗ്രീൻ HRM. അതുപോലെ തന്നെ ഇൻഡസ്ട്രി റിലേഷൻ ഒക്കെ പറയുന്നുണ്ട്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നാലാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പം അക്കൗണ്ടിങ് ആൻഡ് FM ആണ്. അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെന്റും കൂടെ കൂടിയിട്ടുള്ളതാണ്. അതിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് ഒക്കെ കുറച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും നോക്കേണ്ട ഒന്നാണ് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ അനാലിസിസുകളൊക്കെ. ഇതിലൊക്കെ തിയറി ആയിട്ടായിരിക്കും അധിക ക്വസ്റ്റ്യൻസും വരും. ഇപ്പൊ റേഷ്യോ അനാലിസിസിന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് പ്രോബ്ലം രീതിയിലും എക്സ്പെക്ട് ചെയ്യാം. കറണ്ട് റേഷ്യോ തരും, അതുപോലെ കറണ്ട് അസറ്റ് തരും, എന്നിട്ട് കറണ്ട് ലൈബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇക്വിറ്റി റേഷ്യോ തന്നിട്ട് മറ്റെന്തോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കണ്ടെത്താനായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും റേഷ്യോ അനാലിസിസ് ഒരു പ്രോബ്ലം പാർട്ടായിട്ട് വരും. പിന്നെ അതുപോലെ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ അനാലിസിസുകൾ, പിന്നെ മാർജിനൽ കോസ്റ്റിംഗ്, കോസ്റ്റ് വോളിയം അനാലിസിസ്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് വേരിയൻസ് അനാലിസിസ്, ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ആയിട്ട് തന്നെ പഠിച്ചെടുക്കേണ്ട കുറച്ച് ഭാഗങ്ങളാണ്. പിന്നെ FMന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഇവിടെ കുറെ തിയറീസ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ തിയറീസ്, റെലവന്റ് തിയറി, ഇറലവന്റ് തിയറീസ്, ഇത് ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു, അതിന്റെ ഓരോന്നിന്റെയും അസംഷൻസ്, റെലവൻസ് തിയറി ആയിക്കോട്ടെ അതിൽ വരുന്നത് ഏതൊക്കെയാണ്, നെറ്റ് ഇൻകം അപ്രോച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയാ, നെറ്റ് ഓപ്പറേറ്റിംഗ് അപ്രോച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അസംഷൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അസംഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് FMന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ ഒന്നും ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ്. പിന്നെ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോള്, പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജസ് ഉണ്ടല്ലോ, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, കമ്പൈൻഡ് ലിവറേജ് ഉണ്ട്. ഇതിന്റെ മൂന്നിന്റെയൊക്കെ ഫോർമുല ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമുക്ക് പ്രോബ്ലം ആയിട്ടും വരാം, തിയറി ആയിട്ടും വരാം എന്നുള്ളതാണ്. ഈ ലിവറേജസും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം. FMൽ ഇപ്പൊ ഏകദേശം ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതുപോലെ ലിവറേജസ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ ബ്രേക്ക് ഈവൻ പോയിന്റും ഇൻഡിഫറൻസ് ലെവലൊക്കെ വരുന്ന, ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റും ഇൻഡിഫറൻസ് ഒക്കെ വരുന്ന EBI TPS അനാലിസിസുകൾ, ഇതൊക്കെ എന്താണ് FMന്റെ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെന്നുള്ളതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്താകുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാൻഡേർഡ്സ്, റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, പിന്നെ അതുപോലെ ക്യാഷ് ഫ്ലോ അനാലിസിസ്, പിന്നെ നമ്മൾ മാർജിനൽ കോസ്റ്റ്, വോളിയം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് ഒക്കെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്ത്. ഇനി യൂണിറ്റ് 5 നോക്കുമ്പോൾ വാല്യൂ ആൻഡ് റിട്ടേൺസ് ആണ്. അതിൽ വാല്യൂ ആൻഡ് റിട്ടേൺസിൽ റിസ്ക് ആൻഡ് റിട്ടേൺ ഉണ്ട്, പിന്നെ അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്. ഡിവിഡൻഡ് തിയറീസിൽ നമ്മൾ ഇതുപോലെ എന്ത് പറയുന്നുണ്ട്, ഗോർഡന്റെ ഡിവിഡൻഡ് തിയറീസ് ഉണ്ട്. അങ്ങനെ റെലവന്റ് ഇറലവന്റ് ആയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ട്രഡീഷണൽ പറയുന്നുണ്ട്, പിന്നെ അപ്രോച്ചുകളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തിയറീസും അതിന്റെ അസംഷൻസും, അതായത് നമ്മൾ FMലും പറഞ്ഞു ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ തിയറീസ് ഉണ്ട്,
എസംഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയോറീസ് ഉണ്ട്, അതിന്റെ അസംഷൻസ് ഉണ്ട്. ദെൻ മെർജർ ആൻഡ് അക്വിസിഷൻ റിലേറ്റഡ് ചെയ്തിട്ട് വരും. പിന്നെ ടേക്ക് ഓവർ, CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, അതിൽ നിന്നൊക്കെ CAPM എന്നൊക്കെ ക്വസ്റ്റ്യൻസ് പറയാം. ഏറ്റവും ബെസ്റ്റ് ക്യാപിറ്റൽ മോഡൽ ഏതാ എന്നൊക്കെ ചോദിച്ചാൽ അത് CAPM നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഓപ്ഷൻ പ്രൈസിങ്, ഫ്യൂച്ചേഴ്സ്, കോൺട്രാക്ട്സുകൾ ഉണ്ടല്ലോ അത്, പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു 5th മൊഡ്യൂളിൽ നോക്കേണ്ട ഭാഗങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ 6th യൂണിറ്റിലേക്ക് കടക്കുന്ന സമയത്ത് അതിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗിൽ സ്ട്രാറ്റജിക് അനാലിസിസ്, എക്സ്റ്റേണൽ അനാലിസിസ്, പെസ്റ്റ് ഫോട്ടോസ് അപ്രോച്ച് ഉണ്ട്, അതുപോലെ ഇന്റേണൽ അനാലിസിസ്, കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ഗ്രോത്ത്, സ്റ്റെബിലിറ്റി, റിട്രച്ച്മെന്റ്, അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ, ബിസിനസ് പോർട്ട്ഫോളിയോ അനാലിസിസ്, മിക്കൻസ് 7Cs ഫ്രെയിംവർക്ക്, മാർക്കറ്റിംഗ്, മാർക്കറ്റ് സെഗ്മെന്റേഷന്, പൊസിഷനിങ് ആൻഡ് ടാർഗറ്റിംഗ്, പ്രോഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ്, പിന്നെ അതുപോലെ പ്രൈസിങ്, പ്ലേസ്. ഇപ്പൊ മാർക്കറ്റിംഗ് മിക്സ് ഒക്കെ നമ്മൾ പറയില്ല, പ്രൈസിങ്, പ്ലേസ്, പ്രൊമോഷൻ, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, ഈ ഒരു 4 എണ്ണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ 7S ഫ്രെയിംവർക്ക് ഉണ്ട്, മെക്കൻസിന്റെ 7S ഫ്രെയിംവർക്ക് ഉണ്ട് മാർക്കറ്റിംഗിൽ. അതായത് സ്ട്രാറ്റജിക് മാനേജ്മെന്റും മാർക്കറ്റിംഗും രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ് 6th യൂണിറ്റിൽ പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പ്രൈസിംഗ് ഉണ്ട്. പ്രൈസിംഗിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ഒക്കെ പറയും. സ്കിമ്മിങ് പ്രൈസിംഗ് ആണോ, പെനട്രേഷൻ പ്രൈസിംഗ് ആണോ, അതുപോലെ പ്ലേസ് ആൻഡ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ, പ്രൊമോഷൻ ഡിസിഷൻസ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 7 പോകുമ്പം കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റിംഗ് ട്രെൻഡ്സ് ആണ്. കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റിംഗ് ട്രെൻഡ്സിൽ പറയുന്നത് തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, പിന്നെ ബ്രാൻഡ് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർവീസ് മാനേജ്മെന്റ്, റീറ്റെയിൽ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ്, എൻട്രി മോഡ് ഡിസിഷൻസ്. ഇതിനൊക്കെ ഈ എൻട്രി മോഡ് ഡിസിഷൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് നമ്മൾ. അതായത് അവര് ഒരു എക്സാമ്പിൾ രൂപത്തിൽ നമുക്ക് തന്നിട്ട് ഏത് ടൈപ്സ് ഓഫ് എൻട്രി മോഡലാണ് ഇവിടെ ഉദ്ദേശിച്ചത്, നമുക്ക് ഒരിക്കലും അതായത് ഇപ്പൊ നമുക്ക് 4 ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺഫ്യൂസിങ് രീതിയിലുള്ള ഓപ്ഷൻസും ആവും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ എൻട്രി മോഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ അറിയണം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഇങ്ങനെ സിലബസുകൾ മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ. മീൻസ് സിലബസ് വേണം, അത് നമ്മുടെ ബേസിക്സ് ആണ്. ആ ഒരു സിലബസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ തെറോ ആക്കിയിട്ട് അതിന്റെ കൂടെ പിന്നെ നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു എയിം JRF എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഞാനിവിടെ നിങ്ങൾക്ക് ഓരോ സിലബസുകളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ എക്സാമിനൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി യൂണിറ്റ് 8 നോക്കുന്ന സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സും ഓപ്പറേഷൻ മാനേജ്മെന്റും ആണ്. സോ സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അറിയാലോ, മീൻ, മീഡിയൻ, മോഡ്, പിന്നെ അതുപോലെ നമ്മൾ ഡിസ്പേർഷൻ ഒക്കെ പറയാറുണ്ട്. ഡിസ്പേർഷൻ അറിയില്ല? ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെ വെച്ചിട്ട്, പിന്നെ അതുപോലെ ബൈനോമിയൽ, പോയിസൺ, നോർമൽ ആൻഡ് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, നോർമൽ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, ഇത് മൂന്നും നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് ഇപ്പൊ നമുക്ക് അതിൽ മീൻ കാണാനുള്ളത്, അതിന്റെ പാരാമീറ്റേഴ്സ് നമ്മൾ ഓരോന്നായിട്ടായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വേരിയൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും പോപ്പുലേഷന്. പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇത് മൂന്നും, അതായത് ബൈനോമിയൽ, പോയിസൺ, നോർമൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് വേണം. അതിനൊരു നല്ലൊരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് വേണം എന്നുള്ളതാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്. ഈ ഒരു ഭാഗത്ത് വരുന്ന ടി ടെസ്റ്റ്, F ടെസ്റ്റ്, Z ടെസ്റ്റ്, chi-square ടെസ്റ്റ്, അങ്ങനത്തെ ടെസ്റ്റിംഗിൽ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, പിന്നെ കോറിലേഷൻ, റിഗ്രഷൻ. കോറിലേഷനിലൊക്കെ എന്താ വെച്ചാൽ പ്രധാനമായിട്ടും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കും.
ഓക്കെ, പ്രോപ്പർട്ടീസുകൾ ചോദിക്കും. കോറിലേഷനിലും റിഗ്രഷനിലും അങ്ങനെ വരാം. പ്രോപ്പർട്ടീസ് ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഓണ്ടർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERPന്റെ ഒരു മൊഡ്യൂള്. ദെൻ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഒക്കെ നമുക്ക് കേസ് ആൻഡ് ബെഞ്ച് മാർക്കിംഗ് അങ്ങനെ കുറച്ച് ഇങ്ങനെ പഠിച്ചു പോകാനുണ്ട്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ഇതൊക്കെയാണ് യൂണിറ്റ് 8 വരുന്നത്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സും വിത്ത് ഓപ്പറേഷൻ മാനേജ്മെന്റും കൂടി വരുന്നു എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പേർഷനും, ബൈനോമിയൽ, പോയിസൺ, നോർമൽ ആൻഡ് എക്സ്പോണൻഷ്യൽ. ഓക്കെ, പിന്നെ ഹൈപ്പോത്തസിസ്, കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസ്, പിന്നെ ഓണ്ടർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ടോട്ടൽ ക്വാളിറ്റി, അത് ഓപ്പറേഷൻ മാനേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി യൂണിറ്റ് 9 നോക്കുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് IT ആണ്. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് IT അതിൽ നമ്മൾ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, IB അതായത് ഇന്റർനാഷണൽ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ട് എല്ലാം, എക്സിം പോളിസി, റോൾ ഓഫ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേൾഡ് ബാങ്ക്, പിന്നെ അതുപോലെ IT വെച്ച് നോക്കുമ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിഗ് ഡാറ്റ, പിന്നെ ഡാറ്റ വെയർ ഹൗസിങ്, ഡാറ്റ മൈനിങ്, നോളജ്. ഓക്കെ, ഇതൊക്കെ IT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജ് മാനേജ്മെന്റുകളൊക്കെ എന്താണ് അതിൽ വരുന്നതാണ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് 10 ഓൺട്രപ്രണർഷിപ്പ് ആണ്. അതിൽ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, തിയറീസ് എന്താണെന്നുള്ളത്. ദെൻ ഇൻട്രാപ്രണർഷിപ്പ് എന്താണ്. അപ്പൊ ഇത് നമ്മൾ ഇൻട്രാപ്രണർ ആരാണെന്നും ഓൺട്രപ്രണർ ആരാണെന്നും ഇതിന്റെ ഡിഫറൻസും മനസ്സിലാക്കണം. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇൻട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളും ക്ലിയർ ആക്കി വെക്കണം. ദെൻ അതുപോലെ വുമൻ ഓൺട്രപ്രണർഷിപ്പ്, ദെൻ റൂറൽ ഓൺട്രപ്രണർഷിപ്പ് എന്തൊക്കെയാണ് എന്നുള്ളത്, ബിസിനസ് പ്ലാൻ ആൻഡ് ഫീസിബിലിറ്റി അനാലിസിസ്, മൈക്രോ ആൻഡ് സ്മോൾ MSME ഉണ്ടല്ലോ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസുകൾ, മൈക്രോ ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, പിന്നെ അതുപോലെ സിക്നസ് ഇൻ സ്മോൾ ഇൻഡസ്ട്രീസ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ടു സ്മോൾ ഇൻഡസ്ട്രീസ് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മൊഡ്യൂളുകൾ, അതായത് യൂണിറ്റുകൾ വരുന്നത് എന്നുള്ളതാണ്. നോക്കാം, 10 യൂണിറ്റ് ആണ് നമ്മൾ പേപ്പർ 2-ല്. പേപ്പർ 1-ല് നമ്മൾ പറഞ്ഞു 10 യൂണിറ്റുകൾ ഉണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്, 100 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പേപ്പർ 2. അതായത് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പർ 2 എന്ന് പറയുന്നത്. സോ അതിന്റെ സിലബസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിസിനസ് മാനേജ്മെന്റും എക്കണോമിക്സ്, OB, അതുപോലെ HRM, റീസെന്റ് ട്രെൻഡ്സ് ഇൻ HRM, അക്കൗണ്ടിങ് ആൻഡ് FM, വാല്യൂ ആൻഡ് റിട്ടേൺ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് IT, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ഓരോ യൂണിറ്റുകളും പറയുമ്പോൾ യൂണിറ്റ് 1-ല് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ്, ബിസിനസ് മാനേജ്മെന്റും എക്കണോമിക്സും അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് എന്നുള്ളത് പറഞ്ഞു. ദെൻ OB ആൻഡ് HRM, പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ HRM ആണ് 3-മത്തെ യൂണിറ്റ്. 4-മത്തത് അക്കൗണ്ടിങ് ആൻഡ് FM, ദെൻ വാല്യൂ ആൻഡ് റിട്ടേൺ യൂണിറ്റ് 5, യൂണിറ്റ് 6 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സും ഓപ്പറേഷൻ മാനേജ്മെന്റും ഇന്റർനാഷണൽ ബിസിനസ്സും IT-യും, ദെൻ ഓൺട്രപ്രണർഷിപ്പും എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മുടെ 10 യൂണിറ്റുകൾ. ഈ 10 യൂണിറ്റുകൾ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ സിലബസ് ആണ് ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ 2024 വരെയുള്ള നിങ്ങളുടെ സിലബസ് ആണ്. ഇതിൽ ഇപ്പൊ അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലുള്ള സിലബസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സിലബസിന്റെ കാറ്റഗറൈസേഷൻ നോക്കാം. അതായത് നമുക്ക് ഈ ഒരു സിലബസിൽ നമുക്ക് തിയറി പാർട്ട് ഉണ്ട്, പ്രാക്ടിക്കൽ. ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അക്കൗണ്ടിങ്, FM, അതുപോലെ ഓപ്പറേഷൻ മാനേജ്മെന്റ്, അതുപോലെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കാറ്റഗറീസിലാണ് അത് വരുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. തിയറി പാർട്ട് ഉണ്ട്, പ്രാക്ടിക്കൽ പാർട്ട് ഉണ്ട്, അതുപോലെ ഫാക്ച്വൽ പാർട്ട് ഉണ്ട് എന്നുള്ളതാണ്. തിയറി പാർട്ടിൽ വരുന്നതാണ് ബിസിനസ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ബിഹേവിയർ, അതുപോലെ HRM, മാർക്കറ്റിംഗ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റും ഇന്റർനാഷണൽ ബിസിനസ്സും എന്നുള്ളതാണ്.
പ്രാക്ടിക്കൽ ഭാഗം നോക്കുമ്പോൾ അത് അക്കൗണ്ടിങ് വരുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, അതുപോലെ എക്കണോമിക്സ് വരുന്നുണ്ട്. ഫാക്ച്വൽ പാർട്ട് വരുന്ന സമയത്ത് അവിടെ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാക്ച്വൽ ആയിട്ട് നമുക്ക് അങ്ങനെ ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ ഐ ടി വരുന്നുണ്ട്, അതുപോലെ MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ മീൻസ് IT റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറയാൻ പറ്റും. ഒരു മിനിറ്റ്. ഹലോ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിന്റെ കാറ്റഗറൈസേഷൻ പറയാം. തിയറി പാർട്ട് ഉണ്ട്, പ്രാക്ടിക്കൽ പാർട്ട് ഉണ്ട്, പിന്നെ അതുപോലെ എന്താണ് ഫാക്ച്വൽ പാർട്ട് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസും മനസ്സിലായി. ദെൻ അതായത് ഇപ്പം ഇതിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ചിലവർക്ക് എന്തുണ്ടാവും, തിയറി പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളവരുണ്ടാവും, പ്രാക്ടിക്കൽ പാർട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നേരെ തല തിരിച്ചുള്ളവരും ഉണ്ടാവും. പ്രാക്ടിക്കൽ പാർട്ട് എളുപ്പമുള്ളവരും ഉണ്ടാവും, തിയറി പാർട്ട് ഭയങ്കര ടഫ് ഉള്ളവരും ഉണ്ടാവും. അതായത് ഓരോരുത്തരുടെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ജൂണിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടില്ല, ദെൻ അപ്പൊ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതായത് പ്രാക്ടിക്കൽ പാർട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു പക്ഷേ അത് നേരത്തെ തുടങ്ങാം, അത്രയും സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി തിയറി പാർട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിലേക്ക് നേരത്തെ തിരിക്കും. ഇനി തിയറി പാർട്ട് എളുപ്പമുള്ളവരാണെങ്കിൽ വേഗം ആ തിയറി പാർട്ടുകൾ അത്രയും പഠിച്ചു വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സമയം നമുക്ക്, അതായത് ജൂണിലേക്ക് സമയമുണ്ടല്ലോ, ഏപ്രിൽ മെയ്ക്ക് സമയമുണ്ട്, ആ സമയം നമുക്ക് പ്രാക്ടിക്കൽ ഭാഗം നോക്കാം. അപ്പം ആ ഒരു കാറ്റഗറൈസേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം, അതായത് ഇപ്പൊ എത്ര ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്ത് തന്നാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഫർ സെറ്റ് ചെയ്ത് തന്നാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നാലും നിങ്ങളുടെ ഒരു കൺവീനിയൻസ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇനി നിങ്ങളുടെ മോശം ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവരെക്കാളും നമുക്കായിരിക്കും അല്ലെ, നമുക്കാണ് ആ ഒരു നോളജ് പ്ലാൻ ഉള്ളത്. അപ്പം അതിനനുസരിച്ച് പഠിക്കാൻ എളുപ്പത്തിനാണ് ഈ ഒരു സിലബസ് കാറ്റഗറൈസേഷൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പം തിയറി പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് എളുപ്പമുള്ളവരാണെങ്കിൽ അതിന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അത് ഭയങ്കര പാടാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അതൊരു മടുപ്പുള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലാസ്റ്റിലോട്ട് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് എളുപ്പമുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് പഠിച്ചു വെക്കാം, തീർക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ സ്റ്റഡീസിന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. എത്ര ഒരാള് സപ്പോർട്ട് ചെയ്താലും അതിന്റെയൊക്കെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സും നമ്മളുമാണ്. ശരിക്കും എന്താ പറയാ, മറ്റുള്ളവരെ നമ്മൾ മെന്റർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളും കൂടെ അതിന്റെ കൂടെ മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഒരാളിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പം അത് മനസ്സിലാക്കാനാണ് ഈ സിലബസ് കാറ്റഗറൈസേഷൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. തിയറിറ്റിക്കൽ ഭാഗങ്ങൾ ഏതൊക്കെയാ, പ്രാക്ടിക്കൽ ഭാഗങ്ങൾ ഏതൊക്കെയാ, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയൊക്കെ. ചിലവരൊക്കെ ഈ ഒരു IT മേഖലയിലൊക്കെ ഭയങ്കര ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും. അപ്പൊ അവർക്കൊക്കെ യൂസ്ഫുൾ ആവും. അതിന് വേണ്ടിയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്ന രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റ് മാനേജ്മെന്റും എക്കണോമിക്സും ആയിരുന്നല്ലോ. അപ്പൊ അപ്പൊ മാനേജ്മെന്റ് കോൺസെപ്റ്റിന്റെ ഭാഗത്ത്, അതുപോലെ ബിസിനസ് എക്കണോമിക്സ്, പിന്നെ ബിസിനസ് എത്തിക്സ്, കോർപ്പറേറ്റ് ഗവേണൻസ്, ഇതിലൊക്കെ അപ്പൊ നമുക്ക് ഒരു 10 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ യൂണിറ്റ് 2 നോക്കുന്ന സമയത്ത് ഓർഗനൈസേഷൻ ബിഹേവിയറും HRM. ഓർഗനൈസേഷൻ ബിഹേവിയർ ആൻഡ് HRM നമുക്ക് ഒരു 14 ക്വസ്റ്റ്യൻസ് എങ്കിലും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ഈ യൂണിറ്റ് 3യും എന്താണ്, HRMമായി ബന്ധപ്പെട്ടത്. അപ്പൊ യൂണിറ്റ് 2 ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് OBയുമായി ബന്ധപ്പെട്ട ഒരു 8-10 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്താലും, മൂന്നാമത്തെ മൊഡ്യൂളും HRMമായി ബന്ധപ്പെട്ടത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ബാക്കി ക്വസ്റ്റ്യൻസ് 4 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റിലും വരാം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് യൂണിറ്റ് 3യിൽ ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി അതിനുള്ള ഒരു ഇതാണ് പറയുന്നത്.
ദെൻ യൂണിറ്റ് 4 അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 11 to 12 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ഈ ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് എക്സാമിൽ ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ അനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റഡീസിന് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി യൂണിറ്റ് 6 നോക്കുമ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ്, അതിൽ 7 to 9 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് മാർക്കറ്റിംഗിൽ 8 to 10 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലും ഓപ്പറേഷൻ മാനേജ്മെന്റ് അതുപോലെ തന്നെ 8 to 9 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യും. ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലും അതുപോലെ തന്നെയാണ് നമുക്ക് ആ ഒരു 8 to 9 അല്ലെങ്കിൽ 9 എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഓൺടർപ്രണർഷിപ്പ് 8 to 10 എന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് എത്രത്തോളം ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ 100 ക്വസ്റ്റ്യൻസ് ഉള്ള 200 മാർക്കിന്റെ പേപ്പർ ആണ്. അപ്പം ആകെ 10 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ എവിടെ നിന്നും നമുക്ക് എത്രയും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ നമുക്ക് എക്കണോമിക്സും മാനേജ്മെന്റ് ഒക്കെ നമ്മൾ വളരെ ചെറിയ ക്ലാസ് തൊട്ടിട്ട്, അതായത് +2 തൊട്ടിട്ടേ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ കുറെയൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഓർഗനൈസേഷൻ ബിഹേവിയറും HRM വരുമ്പോഴും അങ്ങനെ തന്നെ അതിൽ നമ്മൾ ഒരു 14 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. അപ്പം അതായത് ഈ 10 യൂണിറ്റിൽ നിന്നും എത്ര മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു സിലബസ് കാറ്റഗറൈസേഷൻ വെച്ചിട്ടെങ്കിലും നിങ്ങൾ അതിന് പഠിച്ചെടുക്കുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന രീതിയും ഒക്കെ നോക്കിയിട്ട് ഈ ഒരു കാറ്റഗറൈസേഷൻ വെച്ചിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് കാര്യങ്ങൾ. ഐ തിങ്ക് നിങ്ങളുടെ UGC നെറ്റ് എക്സാം എന്താണ്, GRF എന്താണ്, PhD എന്താണ്, അഡ്മിഷൻ ടു PhD എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി. അതുപോലെ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ സിലബസ്, അതായത് പേപ്പർ 2 കോഡ് 17 പ്രകാരമുള്ള സിലബസുകളും അതിന്റെ സിലബസ് കാറ്റഗറൈസേഷൻസും പിന്നെ ഓരോ ഭാഗത്തുനിന്നും വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പൊ സിലബസ് മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സിലബസ് കണ്ടു, മാനേജ്മെന്റ് ആണ്, എക്കണോമിക്സ് ആണ്, ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്, സ്റ്റാറ്റി ആണ്, ഇതൊക്കെ പഠിച്ചതാണ്, സിമ്പിൾ ആണ് അങ്ങനെ തോന്നും. പക്ഷെ നമ്മുടെ എല്ലാത്തിൻ്റെയും ഒരു ബേസിക് ആണ് ഈ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് നമ്മൾ പഠിച്ചു, സിലബസിലെ ഓരോ കാര്യങ്ങളും നമുക്ക് തറോ ആയി എന്ന് കരുതിയിട്ട് നമുക്ക് എക്സാമിൽ, നമ്മുടെ റിട്ടേൺ എക്സാം അല്ല, അപ്പൊ നമുക്ക് അതായത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, നമുക്ക് ഹൈ സ്കോർ മാർക്ക് ചെയ്യാനൊന്നും പറ്റൂല. നമുക്ക് ആ ഒരു സംഗതി നമ്മൾ പ്രാക്ടിക്കൽ ലെവലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും കൂടിയാണ് നമ്മുടെ ആ ഒരു സക്സസ് അവിടെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ ഈ സ്ലൈഡിൽ പറയുന്ന പോലെ JRF എയിം ചെയ്യുക, അല്ലാണ്ട് എനിക്ക് നെറ്റ് മതി അല്ലെങ്കിൽ അഡ്മിഷൻ ടു PhD ഓൺലി മതി എന്നല്ല. ഒരു JRF തന്നെ മുന്നിൽ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഒരു വെബിനാർ കഴിയുന്നതോട് കൂടിയിട്ട് ആ ഒരു വെബിനാർ ക്ലോസ് ചെയ്ത് ഇടാതെ അവിടം തൊട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ ഒരു ദിവസം സ്റ്റഡി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ കാണണം എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ന് നിങ്ങൾ മാനേജ്മെന്റ് എന്താന്ന് പഠിച്ചു, അല്ലെങ്കിൽ മാനേജ്മെന്റിലെ ഒരു തിയറി നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ എക്കണോമിക്സിൽ ഡിമാൻഡ് എന്താന്ന് പഠിച്ചു, അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്താന്ന് പഠിച്ചു, സോ ഇൻഡിഫറൻസ് കർവ് എന്താന്ന് പഠിച്ചു. ആ പഠിച്ചത് എന്താണ് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങളെ കാണുക എന്നുള്ളത്. അതാണ് നമ്മുടെ സക്സസ്. അങ്ങനെയാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാൻ പഠിച്ചില്ല, എനിക്ക് എവിടെ എത്താൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഓരോരോ ചുറ്റുപാടുകളുണ്ട്. ഒരാളുടെ രീതി ആവില്ല മറ്റേ ആൾക്ക്. ഫാമിലി ഉണ്ടാവാം, ഓഫീസ് വർക്ക് ഉണ്ടാവാം, അല്ലാത്ത ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ട്. എന്ന് കരുതിയിട്ട് നമ്മുടെ ലക്ഷ്യം JRF ആണ്, അതിനെ തടസ്സം നിൽക്കുന്ന ഒന്നും ഇല്ല നമ്മുടെ മുന്നിൽ. അപ്പൊ എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ
GRFന് എയിം ചെയ്യുക, അല്ലാണ്ട് എനിക്ക് നെറ്റ് മതി. ഇപ്പൊ ഞാനിവിടെ മെന്റർഷിപ്പ് കോളേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ നെറ്റ് ക്വാളിഫൈ ചെയ്തവരുണ്ട്. അപ്പൊ അവര് പറയും നെറ്റ് കിട്ടി, ഇനി ഞാൻ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സ്റ്റേ ആവട്ടെ, PhD നോക്കുന്നില്ല, ആ ഒരു പറയുന്നവരുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഡെസിഗ്നേഷൻ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ അത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. GRF എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എയിം ആയിട്ട് നിങ്ങൾ ഇപ്പൊ കാണേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് പിന്നീട് ഞാൻ പറയേണ്ടത് നമുക്കൊരു ബാലൻസ്ഡ് അപ്രോച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം, ഹെൽത്ത് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലവർ പഠിക്കുന്നവരായിരിക്കാം, ഓഫീസ് വർക്ക് ചെയ്യുന്ന ഓഫീസിലെ തന്നെ വർക്ക് പ്രഷർ, ദെൻ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ അപ്പൊ ഐഫർക്ക് ആക്ടിവിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഐഫറിന്റെ ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട്, ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വരി പോലും വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, നമ്മൾ ആകെ മെന്റലി ഡിപ്രസ്ഡ് ആവുന്ന ഒരു സമയമുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാണ്ട് എല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ ഒരു ലക്ഷ്യം GRF ആണോ, അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടോ, അതിലേക്ക് നമ്മൾ എങ്ങനെയായാലും എത്താൻ ശ്രമിക്കണം. അതിന് ഒരു ഒബ്സ്റ്റക്കിൾസ് അതിനില്ല, ഒരു ആളും അതിന് തടസ്സം നിൽക്കാനില്ല, ഒരു സംഗതിയും നിങ്ങൾക്ക് ഒരു ബാരിയേഴ്സ് അല്ല എന്നുള്ളത് നിങ്ങൾ കാണും. എപ്പോഴും ഒരു ബാലൻസ്ഡ് അപ്രോച്ചിൽ നിങ്ങൾ പോകണം എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ മെന്റർഷിപ്പ് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേൾക്കാവുന്നതാണത്. അതുപോലെ ഞാനും നിങ്ങളെ പോലെ ഒരാൾ തന്നെയാണ്. അപ്പൊ എനിക്കും ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മളത് മാനേജ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷ്യം എന്താണോ അതിന് നമ്മൾ എന്തും എല്ലാം ഒന്നിനും ഒരു ഫോട്ടോ ഇല്ലാത്ത രീതിയിൽ നല്ല ഒരു ബാലൻസ്ഡ് അപ്രോച്ച് നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ഇന്നൊരു ദിവസം പഠിക്കും, നാളെ പഠിക്കൂല, അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്, എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. അങ്ങനെ അതിനു വേണ്ടി ചിലപ്പോൾ ഇത് എവിടുന്ന് തുടങ്ങണം എന്നറിയാൻ ഞാൻ ഈ വെബിനാറിന് വന്നേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു, നിങ്ങളിൽ ഒരാളായിട്ട് തന്നെയായിരുന്നു ഞാനും. ഇതുപോലെ എക്സാമിന്റെ സമയം വരുന്ന സമയത്ത് വെബിനാറുകൾ ഇരുന്ന് കാണും. പിന്നെ സ്റ്റഡി പ്ലാൻസിന്റെ ഒക്കെ യൂട്യൂബ് ലൈവ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിരുന്ന് കാണും. അങ്ങനെ അത് വെച്ച് പിന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ ടൈം ടേബിൾ അനുസരിച്ച് പിന്നെ അതിൽ നിന്ന് എന്റേതായ ഒരു മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അങ്ങനെയൊക്കെ തന്നെ ഞാൻ എഴുതി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മള്. പിന്നെന്താ വെച്ചാൽ നമ്മൾ പഠിക്കാൻ അത് കൺസിസ്റ്റന്റ് ആയിട്ട് അത് കൊണ്ടുപോവാന്നുള്ളതാണ്. അത് ഇടയിൽ ഒരു ബ്രേക്ക് അതിന് വരാൻ പാടില്ല. ഓക്കെ, ദെൻ ഇപ്പൊ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തു. സിലബസ് അപ്പൊ നിങ്ങൾക്ക് അറിയാം 10 യൂണിറ്റുകളുണ്ട്. 10 യൂണിറ്റിലും കുറെ കാര്യങ്ങൾ കണക്റ്റഡ് ആണ്, കുറെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പൊ സിലബസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആണ്. നമുക്ക് ഒരുപാട് തവണയായിട്ട് പറയുന്നു സിലബസ് നിങ്ങളുടെ ബേസിക് ആണ്. അതായത് നിങ്ങൾക്ക് 10 യൂണിറ്റ് ഉണ്ടെന്നും 10 യൂണിറ്റിൽ ഇന്നതൊക്കെയാണ് നിങ്ങളുടെ സിലബസ് എന്നും ആ സിലബസിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നും ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നിരിക്കും. ഈ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് പഠിച്ചു, ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല നമ്മൾ എഴുതാൻ പോകുന്നത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. MCQ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഈ 4 ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇത് ഏത് ഓപ്ഷൻ ആണ്, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്, ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അതിന് നമ്മൾ PYQ പ്രാക്ടീസ് ചെയ്യുന്ന വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സക്സസ് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എപ്പോഴും ഏതൊരു ആള് പറയുകയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അപ്പൊ ഐഫറിന്റെ തന്നെ GRF മാസ്റ്റർ ആണ് ഈ സ്ഫൂർത്തി സാറൊക്കെ എപ്പോഴും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. PYQ ചെയ്യുക, ടെസ്റ്റുകൾ ചെയ്യുക. നമ്മൾ എത്രത്തോളം ടെസ്റ്റുകൾ ചെയ്യുന്നോ അത്രത്തോളമാണ് നമ്മുടെ സക്സസ് എന്ന് പറയാൻ പറ്റും. നിങ്ങളൊരു 100 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു അത്രത്തോളം നിങ്ങളുടെ സക്സസ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ക്വസ്റ്റ്യൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ചിലപ്പോ മാനേജ്മെന്റ് തിയറീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മോട്ടിവേഷണൽ തിയറീസിന്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ നമുക്കറിയാം, തിയറീസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിന്റെ ഇൻഡെപ്ത് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അത് പറ്റുമോ?
അതിന് നമ്മൾ എന്താണ് ഈ സിലബസ് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ കൂടെ എന്തുകൂടെ വേണം, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസുകൾ നമ്മൾ ചെയ്യണം. അപ്പൊ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈവ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ കൂടെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് അസസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കും. അതൊക്കെ ഒരു നല്ലൊരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തു, ഓക്കെ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും എന്ന് പറയുന്ന സംഭവം ഇന്ന് ക്ലാസ് എടുത്തു. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് അവരപ്പോൾ തന്നെ അസസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരത് ചെയ്തു നോക്കുന്നുണ്ട്. അത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. അപ്പം സിലബസ് മാത്രം ചിലവരുണ്ട് അങ്ങനെ, അതായത് ഇപ്പൊ സിലബസുകൾ 10 യൂണിറ്റ് അല്ലേ, സിലബസ് എനിക്കറിയാം, ഞാനത് തറോ ആക്കി പഠിച്ചിട്ടുണ്ട്, ഇനി എനിക്കൊരു കോച്ചിങ്ങിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ മെന്റർഷിപ്പിന്റെ ആവശ്യമില്ല, അങ്ങനെ നിങ്ങൾ പറയരുത്. അത് ഒരിക്കലും അതിലൂടെ നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളതാണ്. സിലബസ് പ്ലസ് അതിന്റെ കൂടെ നമ്മൾ PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇപ്പൊ ഐഫറിന്റെ ഒരുപാട് പ്രീവിയസ് ഇയർ ഇതുവരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളൊക്കെ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ സോൾവ് ചെയ്യാം. ഐഫറിന്റെ ലേണിംഗ് ആപ്പിൽ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസുകളും ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് അറിയാൻ പറ്റും ഓപ്പറേഷൻ. അതായത് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തിട്ടാണ് ഒരു ഉറപ്പിക്കാൻ പറ്റില്ല എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ പിന്നെയും അത് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഭാഗത്തു നിന്നാണ്, ഇപ്പൊ ഓപ്പറേഷൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണോ ക്വസ്റ്റ്യൻ വന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു 10 മാർക്കോ 20 മാർക്കോ ഒക്കെ ഉണ്ടാവുള്ളൂ. അതിലൊന്നും നിരാശരാവരുത്. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതോറും നമുക്ക് തറോ ആവുന്ന ഒരു ഭാഗമാണ് ഈ ഒരു നെറ്റ് എന്ന് പറയുന്നത്, JRF എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് നോളേജ് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാവുക. അതായത് നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ നോളേജിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. അതായത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഞാൻ എത്ര ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്താലും, ഞാൻ എത്ര ഗൈഡൻസ് തന്നാലും, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളുടെ മെമ്മറി, നിങ്ങൾ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം ഇനി കവർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏരിയ അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള ഏരിയ എന്നുള്ളതൊക്കെ കറക്റ്റ് നിങ്ങൾക്കേ അറിയുള്ളൂ. ഞാൻ ഇന്ന് എത്രത്തോളം പഠിച്ചു, അതായത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെൽഫ് ഇവാലുവേഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്ലാനും ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് നിങ്ങളുടെ വിജയം. അത് എങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഒരു ടോപ്പിക് പഠിച്ചു, അതിൽ ഡിസാറ്റിസ്ഫൈഡ് ആവരുത്. ഓക്കെ, ഞാൻ ഇന്ന് മാനേജ്മെന്റിലെ ഒരു തിയറി പഠിച്ചല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്കത് ആൻസർ ചെയ്യാമല്ലോ. ഇപ്പൊ മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് ദിസ് ഡൺ ത്രൂ അതേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ആ ഒരു ഓപ്ഷനിൽ ആ ആളെ കറക്റ്റ് നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റിയാൽ, അത് ആ ഒരു ദിവസം ആ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആവണം എന്നുള്ളത്. തിരക്കുള്ള ദിവസങ്ങളുണ്ടാവും, എല്ലാ ദിവസവും ഒരുപോലെ ആവില്ല, ഫങ്ഷൻസ് ഉള്ള ദിവസങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഒരു ടോപ്പിക്കെങ്കിലും പഠിച്ചല്ലോ, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സോൾവ് ചെയ്തു, അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് അത്രയും വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത്. അതാണ് നിങ്ങളുടെ കോൺഫിഡൻറ്റും. ഓക്കെ, ആ ഒരു ടോപ്പിക്ക് ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഞാൻ പഠിച്ചു, അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഗെറ്റ് മെഷേർഡ് ക്യാൻ ബി മാനേജ്, വാട്ട് ഗെറ്റ്സ് മാനേജ്ഡ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുക. ഓക്കെ ഓക്കെ ഇനി ഒരു പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ നമ്മൾ സിലബസ് കണ്ടു, അപ്പൊ നിങ്ങൾക്ക് അതുപോലെ ഏതൊക്കെ സിലബസ് കാറ്റഗറൈസേഷനും കണ്ടു. നിങ്ങൾ തിയോറിറ്റിക്കൽ പാർട്ട് ഉണ്ട്, പ്രാക്ടിക്കൽ പാർട്ട് ഉണ്ട്, അതുപോലെ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾക്കുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു റിയലിസ്റ്റിക് ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യാനാണ്. അപ്പൊ ഐഫർ നമ്മുടെ കുട്ടികൾക്ക് 100 ഡേയ്സിന്റെ മാനേജ്മെന്റ് ഒരു സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 50 ഡേയ്സിൻ്റെതാണെങ്കിൽ 50 ഡേയ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. അതായത് ഇത് ഐഫറിന്റെ പ്ലാൻ ആണത്. അതായത് ഇപ്പൊ ഇന്ന ദിവസം ഇത്ര ടോപ്പിക്കുകൾ മാനേജ്മെന്റിലെ കോൺസെപ്റ്റ് എന്താണ്, പ്രോസസ് എന്താണെന്നുള്ളത് ഇന്നത്തെ ദിവസം പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഡേയ്സിൽ നിങ്ങൾ ഇത് പഠിക്കുക. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 5th ഡേ എത്തുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്ക് ആ ഒരു യൂണിറ്റ് അവിടെ കംപ്ലീറ്റ് ആവും. അത് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഡേയിൽ അത് നമ്മൾ റിവൈസ് ചെയ്യുക. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ടൈം ടേബിൾ ഐഫർ സെറ്റ് ചെയ്യുന്നുണ്ട്.
അതുപോലെ അതായത് ഇപ്പൊ അത് ഐഫർ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ചിലപ്പോൾ അത് എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട് കേട്ടോ. ചിലവരൊക്കെ നമുക്ക് പറയും ഐഫറിന്റെ തന്നെ 100 ഡേയ്സിന്റെ ഒക്കെ പ്ലാൻ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ എന്നൊക്കെ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. നിങ്ങൾ സിലബസ് കണ്ടില്ല, അപ്പോൾ ആ സിലബസ് വെച്ചിട്ട് ഒരു നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്. അപ്പൊ വർക്ക് ഫ്രം അതായത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്തായിരിക്കും പകല് പഠിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ അല്ല. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്താൽ വളരെയധികം എളുപ്പമായിരിക്കും. ഏതൊക്കെ ടോപ്പിക്കുകൾ ഏതൊക്കെ ദിവസം കവർ ചെയ്യണം, ഇനി എത്ര ദിവസം ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സാം ഉണ്ടെന്ന് നോക്കാം. അതിനനുസരിച്ച് നിങ്ങൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഐഫറിന്റെ ഒക്കെ സഹായങ്ങൾ തേടാട്ടോ. ഐഫറിന്റെ അതിലൂടെ ഒക്കെ എന്ത് ചെയ്യും, മെന്റേഴ്സ് ഒക്കെ നിങ്ങളെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലും. ഓക്കെ, നിങ്ങൾക്ക് പറയാം എനിക്ക് ഇന്ന പാർട്ട് ഭയങ്കര ടഫാണ്, അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മെന്റേഴ്സ് റെഡിയാണ്, നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് തരും. അപ്പോ നല്ല രീതിയിലുള്ള ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ഇപ്പോ 2024 ഡിസംബറിലെ റിസൾട്ട് വന്നില്ല. അതിലോ PhD കിട്ടിയവരുണ്ടാവും, അതുപോലെ നെറ്റ് കിട്ടിയവരുണ്ടാവും, JRF കിട്ടിയവരുണ്ടാവും. ഇതൊന്നും കിട്ടാത്ത കാറ്റഗറീസ് ഓഫ് ആൾക്കാരുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എനിക്ക് നെറ്റ് കിട്ടിയില്ല, എന്തുകൊണ്ട് എനിക്ക് PhD ഓൺലി അഡ്മിഷൻ കിട്ടി, ഞാൻ നെറ്റിലേക്ക് ഉള്ള അത്ര പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയും. അതുപോലെ ഞാൻ JRFനുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തി, ഞാൻ ഇത്ര മണിക്കൂർ ഇരുന്ന് പഠിച്ചു, എന്നിട്ട് എനിക്കൊരു എന്താ പറയാ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ നിരാശപ്പെടുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ PSCയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ 18 മണിക്കൂർ ഇരുന്ന് പഠിക്കുക. അത് നമുക്ക് ഒരിക്കലും ഒരാളെയും പുഷ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. പല സാഹചര്യങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാവും, ആ ടൈമിൽ നിങ്ങൾ ഇരുന്ന് പഠിക്കുക. അതിനെന്തുണ്ടായിരിക്കും, അതുപോലെ എന്ത് ചെയ്യും, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന് നല്ലൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് വേണ്ട ഒരു ബേസിക് എന്ന് പറയുന്നത് സിലബസ് ഫാക്ടറാണ്. ഏതൊരാള് പഠിക്കാൻ തുടങ്ങുന്നതിന്റെ മുന്നേ, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന 10 യൂണിറ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ ഈ 10 യൂണിറ്റുകളും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ സിലബസ് ഫാക്ടേഴ്സിനനുസരിച്ച് നിങ്ങൾ ആദ്യം സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ആദ്യം സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സിലബസ് കവർ ചെയ്ത് കഴിയും പിന്നെ നിങ്ങൾ എന്തായിരിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയും വേണം. ഇപ്പൊ ഇൻകൺസിസ്റ്റൻസി എന്നുള്ളത് പറയുന്നത് ഒരു ഫെയിലിയറിന്റെ ഒരു ഫാക്ടറാണ്. നമുക്ക് മടി വരാം, ഇന്ന് പഠിക്കും നാളെ പഠിക്കൂല. അതുപോലെ എന്ത് ചെയ്യും, ചിലവർ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യും, എന്നിട്ട് ഇന്ന് പഠിക്കും നാളെ പഠിക്കൂല. അല്ലെങ്കിൽ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് പറയാം ഇനിയിപ്പോ നാളെ തൊട്ട് തുടങ്ങും എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും ഉണ്ടാവും. ടൈം ടേബിൾ സെറ്റ് ചെയ്തു, എക്സാമിന്റെ ഡേറ്റ് അറിഞ്ഞു, എക്സാമിന് അപ്ലൈ ചെയ്തു, എക്സാമിന്റെ ഡേറ്റ് എടുത്തു, ടൈം ടേബിളും സെറ്റ് ചെയ്തു, എന്നിട്ടെന്താ പഠിക്കുന്നില്ല, ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കാം. അതൊരു ഫെയിലിയർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക് പഠിച്ചു, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ദിവസം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡ് ഞാൻ പഠിച്ചല്ലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്താ അത് ഞാൻ പഠിച്ചല്ലോ. ഓക്കെ, അപ്പം ഒരു മാച്ച് ദ ഫോളോയിങ് വന്നു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 എന്താന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ആൻസർ അറിയാൻ പറ്റുന്നുണ്ട്, എനിക്കത് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയല്ല നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ അതിലൊന്നും സ്ട്രെസ് ഓക്കെ. പിന്നെ പറയുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റ് വെക്കുക. പ്രോപ്പർ ടൈം മാനേജ്മെന്റ് എന്നുള്ള ഈ ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്യുക. ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഐഫർ ടെസ്റ്റുകൾ ഡെയിലി ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐഫർ ഓരോ ലൈവ് വീഡിയോസ് കഴിയുന്ന സമയത്തും ഓരോ അസസ്മെന്റ് ക്വസ്റ്റ്യനുകൾ കൊടുക്കുന്നുണ്ട് ഐഫർ. അപ്പോൾ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടാവാനും നമ്മൾ ആ ഒരു ഏരിയയിൽ തറോ ആവാൻ വേണ്ടിയിട്ടുമാണ്.
പിന്നെ പറയുന്നതാണ് PYQs. PYQs ഓൾറെഡി പറഞ്ഞു. PYQs നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. എന്നിട്ടും അങ്ങനെയൊക്കെ നമ്മൾ എക്സാം എഴുതാൻ പോയാൽ അതിലൊരു സക്സസ് ഞാൻ കാണുന്നില്ല. അതിലൊരു സക്സസ് ഉണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഐഫർ തന്നെ ബുക്ക് രൂപത്തിലും അല്ലാതെയും എന്റെ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ഇയർ ആപ്പിലും ഐഫറിന്റെ ആപ്പിലൂടെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓരോ വർഷത്തെയും ജൂൺ 2024 ഡിസംബർ 2024 ഇങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്ന് വെച്ചാൽ കുട്ടികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത്രയും ചെയ്ത് പ്രാക്ടീസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, ഒരു ഐഡിയ കിട്ടണമെന്നില്ല. ഇതിപ്പോ ഏതാണ് ഏരിയ, ഒരു ഐഡിയ കിട്ടില്ല. പക്ഷെ നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഓപ്പറേഷൻ മാനേജ്മെന്റ് ഭാഗത്തു നിന്നാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് ആണ്. ചിലപ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ചോദിക്കണം നിർബന്ധമില്ല. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ പിന്നെ ഒരു 50ാമത്തെ ക്വസ്റ്റ്യൻ മാനേജ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പഠിച്ച് നമുക്ക് ചെയ്ത് ഒരു കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്, ഇന്നാഡ്വക്കേറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ ആണ്. നമുക്ക് മെറ്റീരിയൽസ്, ഫ്രീ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവാം. ഐഫർ ഫ്രീ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഐഫറിന്റെ. അപ്പൊ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗൈഡൻസ് ഗ്രൂപ്പിലൊക്കെ ഡെയിലി ക്വസ്റ്റ്യൻസ്, ഒരു ദിവസം ഒരു പോൾ ക്വസ്റ്റ്യൻ ഇടും, നെക്സ്റ്റ് ഡേ അതിന്റെ ആൻസർ ഇടും, അത് കഴിഞ്ഞിട്ട് 3rd ഡേ വീണ്ടും ക്വസ്റ്റ്യൻ ഇടും, അതിന്റെ ആൻസർ, അങ്ങനെ പോവും. പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെറ്റീരിയൽസ് ആവാം. ഒരു അതായത് ഇപ്പൊ മാനേജ്മെന്റ് കോൺസെപ്റ്റ് എന്താണ്, അതിന്റെ പ്രോസസ്സ് എന്താണ്, അത്ര കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മെറ്റീരിയൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന എന്താ പറയാ, വൈഡ് ആയിട്ടുള്ള റിസോഴ്സ്, പക്ഷെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഫെയിലിയേഴ്സ് വരിക. സിലബസ് അറിയാലോ, ഇനി എനിക്കൊരു ആരുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ പഠിക്കാം, എനിക്ക് പഠിക്കാൻ കഴിയും എന്ന് ആ ഒരു ചിന്തയിലേക്ക് മാത്രം നിങ്ങൾ ഒതുങ്ങരുത് എന്നുള്ളതാണ്. സിലബസ് ഫാക്ടേഴ്സ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ ചെയ്യാം. അത് മാത്രമല്ല ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതും എന്താണ്, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യാൻ പറ്റും. 3 hour കണ്ടിന്യൂസ് എക്സാം ആണ്. പേപ്പർ 1-ന് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പേപ്പർ 2-ല് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും കൂടെ കൂടിയിട്ട് 3 മണിക്കൂറിന്റെ 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ബാക്കി ക്വസ്റ്റ്യനുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇരിക്കുന്നവരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലവരൊന്നും അത്രത്തോളം അവയർനെസ് അല്ല. പേപ്പർ 1-ല് അവർ വിചാരിക്കുന്നത് പേപ്പർ 1-ൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ 50 ക്വസ്റ്റ്യൻ ആണ് 3 മണിക്കൂർ. അങ്ങനെയല്ല, 1 മണിക്കൂറാണ് 50 ക്വസ്റ്റ്യൻ, ബാക്കി 2 മണിക്കൂർ എന്ന് പറയുന്നത് പേപ്പർ 2-ൻ്റെ. അപ്പൊ നമ്മളത് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു ക്വസ്റ്റ്യന് ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ്സ് എന്നൊരു കണക്കുണ്ട്. ആ ഒരു ഇത് നമുക്കിങ്ങനെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഫെയിലിയേഴ്സ് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ നോക്കുക. ഇനി ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നത്തിനെ എങ്ങനെയാണ് ഐഫറൈറ്റ്സ് ഓവർകം ചെയ്തിട്ടുള്ളത് എന്നുള്ള, ഈ ഒരു ചാലഞ്ചസിനെ എങ്ങനെയൊക്കെയാണ് ഐഫർ ഓവർകം ചെയ്യുന്നത് എന്നതാണ്. അതിന് ഐഫറിന് ഒരു യുണീക്ക് അപ്രോച്ച് ഉണ്ടെന്നാണ്. ഐഫർ യുണീക്ക് അപ്രോച്ച് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ആ യുണീക്ക് അപ്രോച്ച് എങ്ങനെയാന്ന് വെച്ചാൽ അവർ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി ടെസ്റ്റുകൾ ഉണ്ട്, പിന്നെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ സാറ്റർഡേ സൺഡേസിലായിരിക്കും അത് ചെയ്യാനുള്ളത്. അപ്പൊ തന്നെ കുട്ടികൾക്ക് അവരെ അനാലിസിസ് നടത്താൻ പറ്റും, അവരുടെ റിസൾട്ട്സ് അറിയാൻ പറ്റും, അവരുടെ പൊസിഷൻ എവിടെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെയുള്ളതാണ് മന്ത്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റേഴ്സ് ഉണ്ട്, നല്ല ഐഫർ പ്രൊവൈഡ്, അതുപോലെ ഫ്രീ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലൈവ് ക്ലാസ്സുകൾ.
ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് എന്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു JRF എത്താൻ വേണ്ടിയിട്ട് ഐഫർ ഒരുപാട് യുണീക്ക് അപ്രോച്ചസ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഐഫറിന്റെ ഒരു സക്സസിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ഇമോട്ടക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം ആണ് ഐഫർ ഫോളോ ചെയ്യുന്നതാണ്. അതായത് സ്റ്റുഡൻസിന്റെ ഇമോഷണൽ വെൽബീയിങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഇമോട്ടക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇമോഷൻസ് പ്ലസ് ടെക്നോളജി എന്നുള്ളതാണ്. അതായത് കുട്ടികളുടെ അതായത് നമ്മുടെ ഐഫറിലെ സ്റ്റുഡൻസിന്റെ ഒക്കെ ഇമോഷൻസ് അതിനനുസരിച്ച്, അതുപോലെ തന്നെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അവിടെ കൊടുക്കുന്നത്. ഐഫർ ലേണിംഗ് ആപ്പ് ഉണ്ട്. ആ ആപ്പിലാണ് അവർ ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. then അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാം ഒരു ടെക്നോളജി ബേസ്ഡ് ടെസ്റ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഇമോഷണലി മീൻസ് ഇമോഷൻ പ്ലസ് ടെക്നോളജി എന്നുള്ളതാണ്. ഇമോട്ടക് എംബഡഡ് ലേണിംഗ് സിസ്റ്റം ആണ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളത് മറ്റൊരു റീസൺ എന്ന് പറയുന്നത്, ഐഫറിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഐഫറിന്റെ JRF മാസ്റ്റർ അനീസ് പൂവത്തി സാറും അതിലുള്ള ഫാക്കൽറ്റീസുമാണ്. അപ്പൊ അനീസ് പൂവത്തി സാർ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. 2 വ്യത്യസ്ത വിഷയങ്ങളിൽ JRF അതുപോലെ 8 വ്യത്യസ്ത വിഷയങ്ങളിൽ നെറ്റും കരസ്ഥമാക്കിയിട്ടുള്ള ഈ ഒരു നെറ്റ് ആ ഒരു മേഖലയിൽ വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറാണ് JRF മാസ്റ്റർ അനീസ് പൂവത്തി സാർ എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 35,000 or 45,000 എന്താ പറയുക കുട്ടികളെ മെന്ററിങ് ചെയ്യുന്ന ഒരാളും കൂടിയാണ് സാറ്. പേപ്പർ 1 ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ലൈവായിട്ടും അതുപോലെ വെബിനാറുകൾ സംഘടിപ്പിച്ചിട്ടും എന്താ പറയുക ഓരോ ടെസ്റ്റിമോണിയൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട് സാറ്. ഐഫറിൽ സക്സസ് ആയിട്ടുള്ള കുട്ടികൾ അവരെ നേരിട്ട് കണ്ടിട്ട് സാറ് അവരെ റിസീവ് ചെയ്യലും അങ്ങനെ ഒരുപാട് എന്താ പറയാ കുട്ടികളുടെ അത്രയും ആ ഒരു കുട്ടികളെ മെന്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അനീസ് പൂവത്തി സാറുടെ പ്രത്യേകത. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ലൈവുകൾ ഉണ്ടാവാറുണ്ട്, വെബിനാർസ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഒരു എപ്പോഴെങ്കിലും താളം തെറ്റിപ്പോയി എന്ന് കാണുമ്പോൾ ഞാൻ അടക്കമുള്ള ആളുകൾ ആ ഒരു വെബിനാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. എപ്പോഴും നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു എപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആവണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊന്ന് നമ്മൾ വാരിയേറ്റ് ചെയ്ത് പോകും. അപ്പൊ ആ സമയത്ത് ഈ അനീസ് സാറുടെ ഒക്കെ എന്താ പറയാ ഈ ഒരു വെബിനാർസ് അല്ലെങ്കിൽ പോഡ്കാസ്റ്റുകളൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെയാണ് അവിടെ ഐഫറിലുള്ള ഫാക്കൽറ്റീസ് എന്ന് പറയുന്നതും വളരെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽ നല്ലൊരു ടീച്ചേഴ്സ്, നല്ലൊരു ഫാക്കൽറ്റീസ് തന്നെയാണ് നമുക്കുള്ളത്. ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് രീതിയിലും എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടുള്ള ടീച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നതാണ് മെന്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ 9 to 9 മെന്ററിങ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല മെന്റേഴ്സ് കുട്ടികളെ ഓരോ സ്റ്റുഡൻസിനെ അവർ വിളിക്കുന്നുണ്ട്. വിളിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഇപ്പൊ ചില സമയത്തൊക്കെ ആസ് എ മെന്റർ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ചിലപ്പോൾ കുട്ടികൾ ഇങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്യും, മാം ഞാനൊന്ന് വിളിച്ചോട്ടെ, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളെ ഈ മെന്റേഴ്സിനെയൊക്കെ അവരിൽ ഒരാളായിട്ടാണ് സ്റ്റുഡൻസ് ഒക്കെ കണ്ടിട്ടുള്ളത്. ചിലപ്പോ എനിക്ക് തീരെ ശ്രദ്ധ പറ്റുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ സമയമല്ല, റംസാന്റെ സമയമാണ്. അപ്പൊ എനിക്ക് തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് ചെയ്യും, വിളിക്കും. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് അവരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മെന്ററിങ്ങിന്റെ ആവശ്യമായിട്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും വളരെ നല്ലൊരു പോസിറ്റീവ് അപ്രോച്ചാണ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒരു മെന്റേഴ്സിന്റെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 9 to 9 മെന്ററിംഗ് ആണ് എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അവർക്ക് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് മെന്റേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്യാം എന്ന്. ഇതൊക്കെയാണ് ഐഫറിന്റെ ഈ ഒരു പറയുന്ന ആ ഒരു സക്സസിലേക്ക്, ഈ ചരിത്ര പ്രധാനമായിട്ടുള്ള ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. അതിന്റെ മെയിൻ റീസൺസ്, അതിന്റെ പിന്നിലുള്ളത് JRF മാസ്റ്റർ അനീസ് പൂവത്തി സാറും അതുപോലെ തന്നെ അവരുടെ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ മെന്റേഴ്സും ആണ് ഇമോട്ടക് എംബഡഡ് ലേണിംഗ്. ഹലോ
ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? പിന്നെ ഒരു ഐഫറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പൊ പേപ്പർ 2-നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യാഴം, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ലൈവുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലൈവ് കഴിഞ്ഞാൽ അതിന്റെ മെറ്റീരിയൽസും അപ്ലോഡ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ അതും ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അസസ്മെന്റ് ക്വസ്റ്റ്യൻസും ചെയ്യും. അത് വളരെയധികം നമുക്ക് ഉപകാരം ഉള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ ഒരു കോൺസെപ്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു ദിവസം പഠിക്കണം, അല്ലെങ്കിൽ ഒരു തിയറി പാർട്ട് ആയിരിക്കും പഠിക്കുന്നത്. ആ പാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്, അത് വലിയൊരു എന്താ പറയാ, ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് തറോ ആക്കാൻ പറ്റും. എന്താ പറയാ, ലൈവ് സെഷൻസ്, അത് പേപ്പർ 1-നായിക്കോട്ടെ പേപ്പർ 2-നായിക്കോട്ടെ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നല്ലൊരു സ്റ്റഡി പ്ലാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 100 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ, 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന രീതിയിൽ നല്ലൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഐഫർ ഫോളോ ചെയ്യുന്നുണ്ട്. ഐഫറിന്റെ സ്റ്റുഡൻസിനൊക്കെ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് വെച്ചിട്ട് ഒരുപാട് പേര് പഠിക്കാറുണ്ട്. ചിലവരൊക്കെ ഇങ്ങോട്ടേക്ക് ചോദിക്കും, എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ, ഇപ്പോൾ എനിക്ക് ഇന്ന ഏരിയ ഭയങ്കര ടഫാണ്, അപ്പൊ എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പൊ അതിനുള്ള ഒരു ഇത് നിങ്ങൾ ചെയ്തു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നമുക്കും ഒരു സന്തോഷമാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ. അതിനുള്ള അനുസരിച്ചുള്ള സ്റ്റഡി പ്ലാനുകളും ഐഫർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ PYQന്റെ ബുക്കുകൾ, അതിപ്പോ നമ്മൾ ഓരോ സമയത്തും അത് ഓരോ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ലോഞ്ച് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ യൂണിറ്റിന്റെയും കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ ആയിട്ടും, അതുപോലെ ബുക്കൊക്കെ ലേറ്റസ്റ്റ് ബുക്കുകളൊക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് പാറ്റേൺസിലൊക്കെ ഉള്ള എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ബുക്കിൽ ഉണ്ടാവാറുണ്ട്, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഐഫർ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഐഫറിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റൊരു പ്രത്യേകതയാണെന്ത്, ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡെയിലി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഡെയിലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ വീക്ക്ലി സാറ്റർഡേ സൺഡേസിൽ ചെയ്യാനുള്ള ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ദെൻ മന്ത്ലി നിങ്ങൾക്ക് എല്ലാ മന്തിന്റെ എൻഡിൽ ഒരു മന്ത്ലി ടെസ്റ്റും അവൈലബിൾ ആണ്. അപ്പൊ അത്രത്തോളം നിങ്ങൾ എന്താണ്, വെറും ഒരു കോൺസെപ്റ്റ്, ലൈവ് ക്ലാസ്സിൽ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു, സിലബസും നിങ്ങൾ പഠിക്കുന്നു, അതിന്റെ കൂടെ നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാൻ പറ്റുന്നു, ഡെയിലി ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, വീക്ക്ലി ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ വീക്ക്ലി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, മന്ത്ലി ടെസ്റ്റ്, മന്തിന്റെ എൻഡിൽ നിങ്ങൾക്ക് മന്ത്ലി ടെസ്റ്റും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും വലിയൊരു ബെനിഫിറ്റ് പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ കിട്ടാനുണ്ടോ? നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ സിലബസ് അറിയാം, എനിക്ക് കോൺസെപ്റ്റ് അറിയാം, എനിക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയാം എന്ന് കരുതിയിരിക്കരുത്. നിങ്ങൾ മാക്സിമം കിട്ടാവുന്ന രീതിയിൽ ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ്. ഇത്രയും ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബുക്ക് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റും അതുപോലെ വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റുകളും ഓരോ ലൈവ് സെഷൻ കഴിയുമ്പോഴും അതിന്റെ കൂടെ അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഐഫർ റിസർച്ച് ഫെലോഷിപ്പ്, ARF. നിങ്ങൾ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും. ARF എന്ന് പറയുന്നത് ഐഫർ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതായത് നമ്മുടെ നെറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ കുറച്ച് ഡേയ്സ് മുന്നേ ആയിട്ട് ARF അതായത് ആ ഒരു എക്സാമിന് അടുത്ത് ഐഫർ കണ്ടക്ട് ചെയ്യുന്നതാണ് ARF റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ ടോപ്പർക്ക് അവർ റിസർച്ചിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐഫർ ഒരു 1-ടൈം ഫെലോഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ ARF ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്ന ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ആവില്ല. അതിലുള്ള കോർഡിനേറ്റേഴ്സ് അത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളായിരിക്കും. അവർ അത്രയും രീതിയിലുള്ള, അതായത് ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടല്ല ARF നടത്തുക, അത്രയും സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ട് അവരൊരു റിസർച്ച് ഫെലോഷിപ്പിനുള്ള ഒരു എക്സാം നടത്തും. റിസർച്ചിൽ ടോപ്പർ ആയ ആളുകൾക്ക് അവര് റിസർച്ചിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഐഫറിനെ ഇൻഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു 1-ടൈം ഫെലോഷിപ്പും ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഇതും ഒരു നല്ലൊരു എക്സാം ആണ്. നല്ല രീതിയിലൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു ഏരിയയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്.
പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ സ്റ്റുഡൻസിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് റിപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഓരോ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്കൊരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കും. അതിൽ അവര് പ്രീ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ പ്രീ ടെസ്റ്റ് ചെയ്യും. അതായത് ജസ്റ്റ് അവർക്ക് അവരെ പറ്റിയിട്ടൊരു നിലവാരം അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രീ ടെസ്റ്റ് ചെയ്യും. പിന്നെ ഡെയിലി ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടാവും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അവർ മന്ത്ലി ടെസ്റ്റ് ചെയ്യും, വീക്ക്ലി ടെസ്റ്റ് ചെയ്യും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കും. അതിൽ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ അവരോട് പറയും. അതിലൂടെ എന്താണ് കുട്ടികൾക്ക് അവർക്ക് അവരുടെ നിലവാരം തന്നെ അറിയാൻ പറ്റും. ഇപ്പൊ സെൽഫ് അസസ്മെന്റ് നടത്താനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ദെൻ സ്റ്റുഡൻസിന്റെ ഗ്രോത്ത് റിപ്പോർട്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫാക്കൾട്ടീസിന് മെമ്പർ അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിനൊക്കെ സ്റ്റുഡൻസ് എത്രത്തോളം അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ദെൻ എത്രത്തോളം വീഡിയോ ഓരോ കുട്ടിയും കംപ്ലീറ്റ് ചെയ്തു, അവർ എത്രത്തോളം ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ഓരോ കുട്ടിയുടെയും ഗ്രോത്ത് റിപ്പോർട്ട് ഇവിടെ അവരുടെ കോർഡിനേറ്റേഴ്സിനും എടുക്കാൻ പറ്റുമെന്നുള്ള ടോട്ടൽ കോഴ്സ് എത്രത്തോളം അവർ വീഡിയോസ് കണ്ടു, എത്രത്തോളം അവർ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ സ്റ്റുഡൻസിന്റെ ഗ്രോത്ത് റിപ്പോർട്ട് അതിന്റെ ഒരു മോഡലാണ് കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ വീഡിയോ അനാലിസിസ് നടത്താൻ പറ്റും. അതായത് ഇതിപ്പോ വേറൊരു സബ്ജക്റ്റിൻ്റെതാണ്. അതുമായി ബന്ധപ്പെട്ട നമുക്ക് ഇതുപോലെ നമുക്ക് വീഡിയോ അനാലിസിസ് നടത്താൻ പറ്റും എന്നുള്ളതാണ്. ദെൻ മെഗാ മോക്ക് ടെസ്റ്റ്, അതുപോലെ നമുക്ക് വീക്ക്ലി ടെസ്റ്റിന്റെ ഇങ്ങനെ എടുക്കാം, അറ്റൻഡൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഡെയിലി ടെസ്റ്റിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് കുട്ടികളുടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് അത്രയും അറിയാൻ പറ്റും എന്നുള്ളതാണ്. കാറ്റഗറൈസ്ഡ് പിന്നെ ഒന്ന് പറയാനുള്ളത് കാറ്റഗറൈസ്ഡ് PYQ ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളതാണ്. കാറ്റഗറൈസ്ഡ് PYQ എന്ന് പറയുമ്പോൾ FM-ന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാറ്റഗറൈസ് ചെയ്ത് വെക്കും. അതിലൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഐഫറിന്റെ ലേണിംഗ് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് പ്രീ ടെസ്റ്റുകൾ ഉണ്ട്. ജോയിൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാനുള്ളതാണ് പ്രീ ടെസ്റ്റ്. ദെൻ ഡെയിലി ടെസ്റ്റ് ഉണ്ട്, മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ട് വീക്ക്ലി നടത്തുന്ന, ദെൻ മന്ത്ലി നടത്തുന്ന മോക്ക് ടെസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ കാറ്റഗറൈസ്ഡ് PYQ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. കാറ്റഗറൈസ്ഡ് PYQ എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട് റിലേറ്റഡ് നമ്മൾ ഓരോന്ന് ക്വസ്റ്റ്യൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ചെയ്യാം. അതും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ പഠിച്ചു, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പഠിച്ചു, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാറ്റഗറൈസ്ഡ് PYQന്റെ സെക്ഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും, കാറ്റഗറൈസ്ഡ് PYQൽ കിട്ടും. അങ്ങനെയാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഏരിയയും അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്ലിയർ ആവും എന്നുള്ളതാണ്. പിന്നെ ഐഫറിന്റെ മറ്റൊരു ഫീച്ചേഴ്സ് പറയാനുള്ളത് ആക്ടിവിറ്റി ഗ്രൂപ്പാണ്. അത് നിങ്ങൾ ഐഫറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഡെയിലി ഓരോ ടാസ്കുകൾ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ദിവസം ഒരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഒരാളോട് പറയാ ഈ കോൺസെപ്റ്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചു വന്നിട്ട് അത് മറ്റുള്ളവർക്ക് ഒരു വോയിസ് റെക്കോർഡിൽ ക്ലാസ് എടുത്ത് കൊടുക്കും. അല്ലെങ്കിൽ ഒരു ലെറ്റർ ചാലഞ്ച്, ഒരു ലെറ്റർ പ്രൊവൈഡ് ചെയ്യും, ലെറ്റർ A. ആ ലെറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ ഒരു ഗെയിം രീതിയിൽ നമ്മളൊരു ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ്. അതിലൂടെ അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഓരോ ആക്ടിവിറ്റീസിലും സ്റ്റുഡൻസിനെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക എന്നുള്ളതാണ്. ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ പഠിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഉള്ളത് JRF ക്ലബാണ്. JRF അതായത് ഞാൻ പറഞ്ഞു നിങ്ങൾ നെറ്റ് അല്ല കാണേണ്ടത്, JRF ആണ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് JRF ക്ലബ് ഉണ്ട്. പിന്നെ അതുപോലെ ഡെയിലി പോഡ്കാസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളൊന്ന് മെന്റലി ഡൗൺ ആകുന്ന സമയത്ത്, ഒന്ന് നമ്മൾ വഴി തെറ്റിപ്പോയി അല്ലെങ്കിൽ ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു വേന്ന് തോന്നിക്കഴിഞ്ഞാൽ പോഡ്കാസ്റ്റുകൾ നമുക്ക് എന്നും രാവിലെ നല്ലൊരു കോട്സ് ഒക്കെ കേട്ടിട്ട് അല്ലെങ്കിൽ നല്ലൊരു മോട്ടിവേഷൻ കിട്ടിയിട്ട് നമ്മൾ ഒന്ന് ജോലിക്ക് ഇറങ്ങുമോ, അല്ലെങ്കിൽ നമ്മളൊന്ന് പഠിക്കാനിരിക്കും, നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഉണ്ടാവുക. അതാണ് ഈ ഒരു പോഡ്കാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് നല്ലൊരു വൈബ്, ഒന്ന് എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു വൈബ് നമുക്ക് ഇവിടെ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു പോസിറ്റീവ് എനർജി തരാനാണ് ഈ പോഡ്കാസ്റ്റ് കേട്ടിട്ടുള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒന്ന് ഡൗൺ ആയിപ്പോയി, ചില ദിവസമൊക്കെ എണീക്കുമ്പോൾ നമുക്കൊരു മടി വരാം, ചില ദിവസങ്ങളിൽ നമുക്ക് മടി വരാം.
അപ്പൊ ഒക്കെ ഒന്ന് എന്താ പറയാ നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള ഒന്നാണ് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഉപകാരപ്പെടുന്ന ഒന്നെന്ന് പറയാം. പിന്നെ പറയാനുള്ളത് ഹൈപ്പറിന്റെ ഹാപ്പിനെസ് ഓഫീസേഴ്സിനെ പറ്റിയിട്ടാണ്. ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ മെന്റൽ ഹെൽത്തിന് നോക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസുമായിട്ട് അവർ കോണ്ടാക്ട് ചെയ്യും. അവർ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മെയിൻലി അവർ സ്റ്റുഡൻസിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റുഡൻസിന്റെ ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. സ്റ്റുഡൻസിന്റെ ഇഷ്യൂസുകൾ എന്തൊക്കെയാ നോക്കുക, ആ ഇഷ്യൂസുകളൊക്കെ അവർക്ക് പരിഹരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, ചിലവർക്ക് സ്റ്റാർട്ടിങ് ട്രബിളുകൾ ഉള്ളവരുള്ള ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം അവർക്ക് ഇതിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പൊ മന്ത് എൻഡ് ഇയർ എൻഡ് ഒക്കെ ആവുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര റഷായിരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഉപകാരമായിട്ടുള്ളവരാണ് നമുക്ക് പറയാൻ പറ്റും. ശരിക്കും ഇവരെന്താ വെച്ചാൽ ഹാപ്പിനെസ്, നമ്മുടെ സ്റ്റുഡൻസിന് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുക, ഒരു കാഷ്വൽ ടോക്കിലൂടെ നമുക്ക് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും അതായത് കുട്ടികളുടെ ഒരു വെൽബീങ്, സ്റ്റുഡൻസിന്റെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സ്. ഓക്കെ, ഇത് ഐഫറിന്റെ ജൂൺ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ജൂൺ ബാച്ചിലേക്ക്, അതായത് മിഷൻ JRF പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ 4 വർഷത്തോളമായിട്ട് ഐഫറിന്റെ 325 JRF-ഉം 2642 നെറ്റും അതുപോലെ 2812 PhD-യും ഐഫറിന് ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ്. അപ്പം മിഷൻ JRF പ്രീമിയർ ബാച്ച് ഫൈനൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ, ഇപ്പൊ ഈ ഒരു വെബിനാർ കാണുന്നവരുണ്ടാവും, അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്താൽ മതി. സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു JRF ടാർഗറ്റഡ് സ്റ്റഡി പ്ലാൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 1-to-1 മെന്ററിങ്, ഞാൻ പറഞ്ഞു 9 to 9 മെന്ററിങ് എന്ന് പറഞ്ഞു, അതുപോലെ 1-to-1 മെന്ററിങ്ങിന്റെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ മെന്റേഴ്സ് വിളിക്കും, അവരോട് പറയാം, നിങ്ങളുടെ ഇഷ്യൂസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം എന്നുള്ളത്. ദെൻ എജു റീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ടോപ്പിക്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണ്, ആ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു എജു റീൽ ഉണ്ട്. കമ്മ്യൂണിക്കേഷന്റെ കോൺസെപ്റ്റ് പഠിക്കുന്ന ചെറിയൊരു റീൽസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടോപ്പ് ക്വാളിറ്റി സ്റ്റഡി പ്ലാൻസ് ആണ്, അപ്ഡേറ്റഡ് സ്റ്റഡി പ്ലാൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. പിന്നെ JRF ക്ലബുകളുണ്ട്. അതുപോലെ പ്രിപ്പറേറ്ററി ടെസ്റ്റ്, ഇൻഡിവിജ്വൽ സ്റ്റഡി പ്ലാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ PYQ ബേസ്ഡ് ബ്ലൂ പ്രിന്റ്സ്, ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട്. പിന്നെ ARF എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു, ഐഫറിന്റെ തന്നെ ഒരു റിസർച്ച് ഫെലോഷിപ്പിന്റെ ഒരു എക്സാം ആണ്. അതില് നല്ല ടോപ്പർക്ക് എന്തുണ്ട്, ഒരു 1 ടൈം ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡൻസിന്റെ ഗ്രോത്ത് റിപ്പോർട്ട് ഉണ്ട്. നല്ല സിലബസ് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബിനാർ കാണുന്നവര്, താല്പര്യമുള്ളവര് മിഷൻ JRF പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്ക് ഇത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ക്ലോസ് ആവുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനം അവിടെ എൻഷുർ ചെയ്യാന്നുള്ളത്. ഒരിക്കലും നെറ്റ് അല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, JRF തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ സിലബസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെറ്റ് എക്സാം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, സിലബസ് പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ടെസ്റ്റുകൾ, ഡെയിലി ടെസ്റ്റ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അസസ്മെന്റ് ടെസ്റ്റുകൾ, കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾ ചെയ്തന്നെ പഠിക്കണമെന്നാൽ മാത്രമേ നമ്മുടെ വിജയം ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തുക, നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തിടുക എന്നുള്ളതാണ് മിഷൻ JRF പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്കിതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, പേപ്പർ 2 റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിബഡി? ഹലോ മാം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറയൂ. എന്തേലും ഉണ്ടോ? ഹലോ മാം, ഒരു ഡൗട്ട് ഉണ്ട്. അതായത് ഇപ്പോ നമ്മളൊരു പ്രീവിയസ് ട്രെൻഡ് എടുത്ത് നോക്കുമ്പോൾ
ഇത് ഫോർ ദ പാസ്റ്റ് 4 എക്സാം. അപ്പൊ ഈ 4 എക്സാമിന് നമുക്ക് എന്താ പറയാ, മാനേജ്മെന്റിന്റെ കട്ട് ഓഫ് സ്ഥിരമായിട്ട് കൂടുന്നതായിട്ടൊരു ട്രെൻഡ് നമുക്ക് കാണാനുണ്ട്. ഇപ്രാവശ്യം ജനറൽ കാറ്റഗറിക്ക് 220 അല്ലേ JRF വന്നു നിന്നത്. അതെ അപ്പോ അതെ. അത് അത് ആക്ച്വലി അതായത് ലൈക്ക് നമ്മളിപ്പോ എക്സാം അനലൈസ് ചെയ്യുമ്പോൾ ലൈക്ക് എന്താ പറയാ, ഒരു കഴിഞ്ഞ പ്രാവശ്യം ഈസി ടു മീഡിയം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ വന്നിട്ടുള്ളത്. ആ ഈ ഉം, ഈ ആക്ച്വലി ഈ ഒരു കട്ട് ഓഫിനുള്ള ഈ ഒരു ഹൈക്ക് എന്താ, അങ്ങനെ ഒരു കാരണം, ഗ്രാഫ് ഹൈക്ക് ആവുന്നതിന്റെ കാരണം എന്താ? അത് നമ്മള് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ എത്രത്തോളം കുട്ടികൾ അപ്ലിക്കേഷൻ ഉണ്ട് അങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ പറയാറ്. പക്ഷെ ഇപ്പൊ അതായത് ഒരു മാനേജ്മെന്റ് ഒക്കെ പൊതുവെ 17,000 to 18,000 നിന്ന് വേരി ചെയ്യുന്നില്ലല്ലോ സ്ഥിരമായിട്ട്. ഒരു 17,000 ആണ് കുട്ടികൾ, 19,000 അപ്ലൈ ചെയ്യുന്നു, 17,000 എഴുതുന്നു എന്നുള്ള ഈ ഒരു പാറ്റേൺ സ്ഥിരമായിട്ട് നമുക്കിപ്പോ കുട്ടികളുടെ എണ്ണം കൂടുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയിലും വലിയ വേരിയൻസ് കാണാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കട്ട് ഓഫിൽ ഒരു ഹൈക്ക്? എന്ന് പറയുമ്പോ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്താന്ന് വെച്ചാല് നമ്മൾ അത്രയും ഇപ്പൊ നിങ്ങൾ പറഞ്ഞു 7,000 ഇത്രയും പിള്ളേർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ അതുപോലെ നമ്മൾ എക്സാമിന്റെ ഒരു പാറ്റേൺ പറയുമ്പോൾ ചിലപ്പോൾ പറയും നമ്മൾ എന്ത് ചെയ്യും, അതായത് എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, കട്ട് ഓഫ് കൂടും. നമ്മൾ പൊതുവെ പറയുന്ന ഒരു രീതി അങ്ങനെയാണല്ലോ. ഒരു പക്ഷേ ഈ ഒരു ആ, അധികവും ഇതിൻ്റെത് ഈ 168 158 ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ. JRFന്റെ കട്ട് ഓഫ് എപ്പോഴും അങ്ങനെ ഇയാൾ പറഞ്ഞ പോലെ തന്നെ വലിയൊരു മാറ്റം വന്നതായിട്ട് നമുക്കും കാണാൻ പറ്റുന്നില്ല. പൊതുവേ നമ്മൾ പറയാറ് ഇങ്ങനെയാണ്, നമ്മൾ ആപ്ലിക്കേഷനും കുട്ടികൾ എത്രത്തോളം കുട്ടികൾ എഴുതുന്നോ അത്രത്തോളം രീതിയിലാണ് നമ്മൾ കട്ട് ഓഫ് ഒക്കെ പറയാറ്. അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു ഇയാൾ പറഞ്ഞ പോലെ ആ ഒരു രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പൊ ഇതാണ് കട്ട് ഓഫ് എന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയാ പഠിച്ച അങ്ങനെ തന്നെ നമുക്ക് ആ ഒരു രീതിക്ക് എത്താൻ വേണ്ടിട്ട് നമ്മൾ നോക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അല്ല, ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ എക്സാമിന് എനിക്ക് 190 ആയിരുന്നു മാർക്ക്. അതായത് ആ പേപ്പർ 1 എനിക്ക് കുഴപ്പമില്ല. പേപ്പർ 1 എനിക്ക് എങ്ങനെയായി കഴിഞ്ഞാലും ഒരു 78 ഇപ്രാവശ്യം എനിക്ക് 80 മാർക്സ് ആയിരുന്നു. പക്ഷെ ആ പേപ്പർ 2 ആണ് എപ്പോഴും കൃത്യമായിട്ട് തന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബേസിക്കലി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡന്റ് ആണ്. പക്ഷെ ഓക്കെ. പക്ഷെ അതല്ല, അതായത് ഞാനിപ്പോ KMCT പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ MBA ഉള്ള കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ടു ബി വെരി ഫ്രാങ്ക് സബ്ജക്റ്റ് ആയിട്ട് നല്ല ടച്ച് ഉള്ള ഒരാളാണ്. പക്ഷെ ആ എന്നിരുന്നാൽ പോലും പറയുന്ന അതായത് കൂടുതലായിട്ട് കാണുന്ന ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ എക്സാമ്പിളായാലും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതായത് സീക്വൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സ്റ്റെപ്പുകൾ എന്താണ്, ആ ആ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് മാമിന് എന്തെങ്കിലും ഒരു ടിപ്പ് റെഫർ ചെയ്യാനോ കാര്യങ്ങളോ ഉണ്ടോ? കാരണം അതായത് ഒരുപാട് സ്റ്റെപ്പും പ്രൊസീജിയേഴ്സും നമ്മൾ പഠിച്ചു വരുമ്പോൾ പലപ്പോഴായിട്ട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ശരിയാണ് അപ്പൊ ശരിയാണ്. അതെ അതാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതെന്താ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ബേസിക് ആയിട്ട് സിലബസുകൾ മനസ്സിലാക്കാം. എന്താ ഇപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിലബസ് പഠിച്ചു, ഓൾറെഡി നമ്മൾ പഠിച്ച സംഗതി നമ്മൾ പിന്നെയും പിന്നെയും പഠിച്ചു, അത് തറോ ആക്കി വെച്ചു. പക്ഷെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്താ നമ്മൾ പറഞ്ഞു സീക്വൻസ് ആണ്. ഇപ്പൊ കൊമേഴ്സിന്റെ നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, സീക്വൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. അപ്പൊ ഇത് പഠിക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുന്ന വേണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതാണ് ഏറ്റവും വലിയൊരു ടിപ്പായിട്ട് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി ജൂണ് വരുമ്പോൾ ഈ സീക്വൻസ്, അതായത് ഇതിന്റെ കുറച്ച് മുന്നേ വന്നിരുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാ അസേർഷൻ റീസണിങ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ അത് മാറി സീക്വൻസിലേക്ക് എത്തി. അപ്പൊ ഇനി ജൂണ് വരുമ്പോ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഇവരുടെ സ്റ്റേജസ്. അപ്പം ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ടെസ്റ്റ് പേപ്പറുകൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏരിയാസ് മനസ്സിലാക്കും. ഇപ്പൊ ഇയാൾ പറഞ്ഞില്ല, നമുക്ക് ശരിയാണ് എല്ലാത്തിന്റെയും സീക്വൻസ് നമുക്ക് പഠിക്കാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അതെന്താവും, ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ തറോ ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സ്റ്റേജസ് ആ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ അത് കാണാതെ പഠിക്കാൻ പറ്റൂല. ആദ്യം ഐഡന്റിഫിക്കേഷൻ ഓഫ് ഏത് പ്രൊജക്റ്റ് ആയ അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എക്സാമിന്റെ സമയം വരുമ്പോൾ അവര് പറയുന്ന വേർഡുകൾ വേറെ വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ അത് മാക്സിമം പ്രാക്ടീസിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ
അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏരിയ ടച്ച് ഉള്ള ആളാണ്. പക്ഷെ എന്തായില്ല, അവിടുത്തെ ഒരു ലാക്ക് ഓഫ് ഇതാണ്, പ്രാക്ടീസ് ടെസ്റ്റിന്റെ കുറവാണ് അവിടെ എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ നിങ്ങൾ 190 ആണോ പറഞ്ഞത്, 119 ആണോ പറഞ്ഞത്? 0. 190 നെറ്റ് ക്വാളിഫൈഡ് ആണ്. ജനറൽ കാറ്റഗറി ആവും അല്ലെ? കാറ്റഗറിയാണ് അപ്പൊ 194 ആണ് ജനറലിന് അല്ലെ? ഇപ്രാവശ്യം കട്ട് ഓഫ്. യെസ്. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പറുകൾ മാക്സിമം ചെയ്ത് നോക്കണം. സിലബസ് എന്ന് പറയുന്നത് ഒരു ബേസിക് മാത്രമാണ്, ഒരു ബേസിക്, നമുക്കൊരു അടിസ്ഥാനമാണ് സിലബസ്. നമ്മുടെ വിജയം നിൽക്കുന്നത് ഈ ടെസ്റ്റുകളിലാണ്. നമ്മൾ അത് പേപ്പർ 2 മാത്രമല്ല, പേപ്പർ 1 ഓൾസോ, രണ്ടും ടെസ്റ്റിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ടുണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ പേപ്പറിൽ തന്നെ പ്രാക്ടിക്കൽ ഭാഗം വരുന്നുണ്ട്, തിയററ്റിക്കൽ ഭാഗം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും എല്ലാ ഏരിയ എളുപ്പമാവില്ല. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇയാൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതായത് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി. ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണ്ടോ. പക്ഷെ എന്താ അറിയോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റൂല. രണ്ടാമത്തെ ചെയ്യുമ്പോഴും കാണാൻ പറ്റൂല. മൂന്നാമത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം കാണാം. ഇപ്പൊ 40 മാർക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഇപ്പൊ 42 മാർക്കായിട്ടുണ്ടാവും. നാലാമതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടെ എക്സ്ട്രാ കിട്ടും. അങ്ങനെ നമുക്ക്, അതായത് സമയമുണ്ടല്ലോ, ജൂണിലേക്ക് ഇനിയും സമയമുണ്ട്. അപ്പൊ നല്ലൊരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ടൈം ടേബിൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ ആക്ച്വലി സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ കവർ ചെയ്യാന്നുണ്ടെങ്കിൽ, ആ ഇക്കണോമിക്സിലെ സിലബസ് കൃത്യമായി നോട്ടുകൾ എഴുതിയതിനു ശേഷം അതിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് നമുക്ക് യൂട്യൂബിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതും ഗൂഗിളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതും പല സൈറ്റുകളിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു വരിക എന്നുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഇനി അത് മാറ്റിയിട്ട് റെഗുലർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫോമാറ്റിലേക്ക് മാറണം എന്നുള്ളതാണോ മാം പറയുന്നത്? അതായത് നിങ്ങൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതായത് നിങ്ങൾ നോട്ട് എഴുതി പഠിച്ചു, ദെൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, നമ്മള് ഇപ്പൊ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും, അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ആൻസർ അറിയാം അല്ലെ? ഇപ്പൊ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ്ലി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആൻസർ നോക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, അത്രയും നമ്മൾ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യും. മറ്റേത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യും, അത് ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അതിന്റെ അടുത്ത ആൻസർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പെട്ടെന്ന് അങ്ങ് കറക്കി കുത്തായിരിക്കും ചെയ്യുക. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ഒരു ടൈം എടുത്ത് ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് 4 ഓപ്ഷന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ ചെയ്താൽ അത് ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ചു. അപ്പൊ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട മാർക്കറ്റിംഗ് എന്നുള്ള കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആപ്പിൽ. അതുപോലെ പിന്നെ പ്രീവിയസ് ഇയർ ഐഫറിന്റെ തന്നെ ഫ്രീ ഇ ബുക്ക് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടുകയൊക്കെ ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അതായത് ഇപ്പൊ നിങ്ങൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ഓക്കെ ആണ്. പക്ഷെ എന്താ പറയാ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക, അപ്പൊ തന്നെ ആൻസർ നോക്കുക, ആ രീതിയിൽ ചെയ്യാണ്ട് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചൊരു നമ്മൾ പേഷ്യന്റ് ആവും. മറ്റത് നമുക്ക് അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടണം എന്നുള്ള രീതിക്ക് അപ്പൊ അതായത് പെട്ടെന്ന് നമ്മൾ കറക്കി കുത്തും എന്നുള്ളതാണ്. മറ്റേത് നമുക്കൊരു ക്ഷമയോട് കൂടിയിട്ട് കുറച്ചു നേരമൊക്കെ ഇരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടെ ചെയ്യുന്ന രീതിയിലൊന്ന് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ആ രീതിയിലൊന്ന് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക കേട്ടോ. ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്ന രീതിയിലേക്കും കൂടെ ഒന്ന് മാറി നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിൽ നിന്ന് നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുള്ള മാർക്കറ്റിംഗിന്റെ ഭാഗം വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയെന്ന് കണ്ടിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം അതിന്റെ ആൻസറും കൂടെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. ഇപ്പൊ ഐഫറിന്റെ ഐഫറിന്റെ ആപ്പിൽ ചെയ്യുമ്പോൾ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും കിട്ടും, ആൻസറും കിട്ടും, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്തു, അല്ലെങ്കിൽ PYQ ചെയ്തു, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങൾ ആൻസർ ചെയ്തു,
അപ്പൊ അത് നിങ്ങൾക്ക് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അതിന്റെ അടിയിൽ ഒരു എക്സ്പ്ലനേഷനും പ്രൊവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇത് ശരിയായിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ ബി എന്നുള്ളത് ശരിയായ ആൻസർ എന്നുള്ള ഒരു എക്സ്പ്ലനേഷനും കൂടെ പ്രൊവൈഡ് ചെയ്ത്, അങ്ങനെയും കൂടെ ഉണ്ടാകുമ്പോൾ അത് ഒന്നുകൂടെ ബെറ്റർ ആവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസും പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലൊന്ന് ചിന്തിക്കുക. 4 ഓപ്ഷൻ ഉണ്ടാവുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ 4 ഓപ്ഷനുകളും ഏതുമായി ബന്ധപ്പെട്ടതാണെന്നും കൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒന്നുകൂടെ ഈ ഒരു ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ 190 കിട്ടിയ ഒരു 2 ക്വസ്റ്റ്യനൂടെ ശരിയായിരുന്നെങ്കിൽ നെറ്റിലേക്ക് എത്തിയപ്പോ നിങ്ങൾ ഇപ്രാവശ്യം നന്നായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് JRF തന്നെ എത്താൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു ഫോർ യുവർ റിപ്പോർട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യാം കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെഷൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ മിഷൻ JRF പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അവര് കാര്യങ്ങൾ പറയും. JRF ക്ലബ്ബുകൾ ഉണ്ട്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അവരോട് പറയാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു കേട്ടോ, ഇത്രയും നേരം നിങ്ങൾ ഇരുന്നല്ലോ. താങ്ക് യു സോ മച്ച്.